ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ റഷീദ് സഖാഫി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله സദഖല്ലാഹു മൗലാന. ആദരണീയരായ ഉസ്താദുമാർ, വന്യരായ കാരണവന്മാർ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാർ, സഹൃദയരായ സഹപ്രവർത്തകർ, സത്യാന്വേഷണയോടുകൂടെ ഇവിടെ സന്നിഹിതരായ പ്രിയപ്പെട്ട സഹചാരികളെ, ജഗന്നിയന്താവായ പടച്ചതമ്പുരാൻ നമ്മുടെ ഒത്തുകൂടൽ ആഖിറത്തിൽ ഗുണം ലഭിക്കുന്ന നല്ല പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദീർഘിച്ച് സംസാരിക്കുന്നില്ല. വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി വിശകലന വിധേയമാക്കി എൻ്റെ പണ്ഡിത സുഹൃത്ത് ഫൈസൽ അഹ്സനി രണ്ടത്താണി അവറുകൾ ഇവിടെ പ്രൗഢമായി സമർപ്പിക്കുകയുണ്ടായി. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയ നിവാരണം വരുത്താനുള്ള വേദിയാണ്, ആവശ്യമാണ്. കാരണം ഞാൻ നിങ്ങളോടൊരു വിഷയം പറയുമ്പോൾ ആ പറയുന്ന വിഷയം അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിൽ വന്നേക്കാവുന്ന സംശയങ്ങൾ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് അത് അതിൻ്റെതായ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തുകയുള്ളൂ എന്നത് നമുക്കറിയാം. നമ്മളോട് ഒരാൾ വന്നു പറഞ്ഞു, മുഹമ്മദ് ക മരണപ്പെട്ടു. അപ്പൊ തിരിച്ചു ചോദിക്കും, ഏത് മുഹമ്മദ് ക? ഒരു സദസ്സിൽ മുഹമ്മദ് ക എന്ന് വിളിച്ചാൽ 10-15 കൈ ഒന്നിച്ച് പൊന്തിക്കാണ്ടാവുമല്ലോ. ഏത് മുഹമ്മദ് ക എന്ന് ചോദിക്കും. ഇത് ചോദിച്ചാൽ ഇത് വേറെ പരിപാടി വെച്ചോ, ചോദിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും? ഇല്ല. അതേ രൂപത്തിൽ ആദർശബോധമുള്ള ആളുകൾ ആദർശ സംബന്ധിയായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എൻ്റെ ഇടതുഭാഗത്തുള്ള ആ കെട്ടിടത്തിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാനാ പറയുന്നത്. ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ആദർശം പറയുന്നതെങ്കിൽ പറയുന്ന ആദർശത്തിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് നിവാരണം വരുത്തുക എന്നത് ആവശ്യമാണ്, അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വിഷയം പറയുമ്പോൾ ആ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടോ ചോദിക്കൂ എന്ന് പറയാൻ. സ്വാഭാവികമായും അത്തരം ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കുക ഞങ്ങൾക്ക് സംശയങ്ങൾ ഇല്ല എന്നതാണ്. കാരണം സംശയം എന്താന്നുള്ള സംശയമായിരിക്കും അവർക്ക്, അത്ര വിവരമുള്ളൂ, കുറ്റം പറയുന്നില്ല. സംശയങ്ങളില്ല എന്നതാണോ നിങ്ങൾക്കുള്ള പ്രതികരണം? എങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ടാകുമല്ലോ.
ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന അഭിപ്രായമുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി തരേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ? കാരണം വലിയൊരു സ്വർഗത്തേക്ക് കുറച്ച് മുജാഹിദ് പോയവർക്ക് പേടിയാവൂലോ. ആകെ ഇടവണ്ണ 2 ഉണ്ട്, കരിങ്ങനാട് 3.25 ഉണ്ട്, ഇവിടെ കാക്കുട്ടികളുണ്ട്, വേറെ എവിടെയുണ്ട്? അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എങ്കിൽ ആ തെറ്റ് തിരുത്തി തരാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് ആമുഖമായി ഉണർത്താനുള്ളത്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദ് മുത്തു മാണിക്കക്കല്ലുകളെ, അങ്ങനെ തന്നെ പറയാം. പറയുന്നത് എന്താ നിങ്ങളോട് പറയാനുള്ളത്? ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ഞങ്ങൾ ഈ സമർപ്പിച്ച വിഷയങ്ങളിൽ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? പ്രതികരണമുണ്ടോ? സംശയമുണ്ടോ? തെറ്റാണ് എന്ന അഭിപ്രായമുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വരാം. റെസ്പോൺസിബിലിറ്റി മുഴുവനും ഞങ്ങൾ ഏറ്റെടുത്തു. ആരും ഒന്നും ചെയ്യില്ല. ചോദിക്കാം. പെർമിഷന്റെ ടൈം തീരുന്നത് വരെ ചോദിക്കാം. പെർമിഷന്റെ ടൈം കഴിഞ്ഞാലോ മൈക്ക് ഓഫ് ആക്കി ഇരുന്നാലും ചോദിക്കാം. നമുക്ക് പ്രശ്നമല്ല. സംശയം ചെയ്യട്ടെ. ഒന്ന്. രണ്ടാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ഇതിന് മറുപടി എന്ന നിലക്ക് മറുപടി എന്ന ലേബലിൽ വല്ല പരിപാടിയും വെക്കുകയാണെങ്കിൽ, ആരെങ്കിലും പ്രസംഗിക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ, ആദർശത്തിൽ ഉത്തരവാദിത്വമുള്ള, ആണത്വമുള്ള, ആർജവമുള്ള, തന്റേടമുള്ളവരാണെങ്കിൽ, സുന്നികളെ ഞങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ചോദിക്കാനുണ്ടോ? ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അതല്ല, ഞങ്ങൾക്ക് വല്ലതും, ഞങ്ങൾ പറയുന്നതിൽ വല്ലതും നിങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടോ എന്ന് ചോദിച്ച് സംശയ നിവാരണം വരുത്താൻ കഴിയുന്ന, കേരളക്കരയിലോ ഇന്ത്യ രാജ്യത്തോ മൂക്ക് താഴോട്ടുള്ള വല്ല വഹാബികളുണ്ടെങ്കിൽ, ആർജവമുള്ളവരുണ്ടോ, തന്റെ ഇടമുള്ളവരുണ്ടോ, വിവരമുള്ളവരുണ്ടോ, ആദർശമുള്ളവരുണ്ടോ എന്ന് മെല്ലെ വിളിക്കുന്നു. വെല്ലുവിളിക്കുന്നില്ല. വെല്ലുവിളിച്ചാൽ ചിലപ്പോൾ പേടിയായിരിക്കും. അതുകൊണ്ട് അതിന് കഴിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് പരിപാടിക്ക്, വെറുതെ എരപ്പ പരിപാടിക്ക്. ഇത് വേറെ വൺ വെയിറ്റ് ആർക്കും പറയാലോ. റേഡിയോന്റെ മദ്ഹബിൽ ആകാശവാണി തൃശൂർ വാർത്തകൾ വായിക്കുന്നത് ഫുലാൻ, വട്ടപ്പാറ വളവിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 4 മരണം. നമ്മൾ റേഡിയോത്തിനോട് ചോദിക്കുക, ഒന്ന് പറയാം, ഒന്ന് മുട്ടിയിട്ട് എപ്പോഴേ ഇതുമുണ്ടോ അറിയില്ല. ഇതേപോലെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി അധപ്പതിക്കാതെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാട്ടുകാരെ, സഹോദരന്മാരെ സംശയ നിവാരണം വരുത്താൻ, അങ്ങനെ സംസാരിക്കാൻ അള്ളാഹുവിന്റെ ദുനിയാവിൽ മുജാഹിദുകൾക്ക് കഴിയുകയില്ല. കഴിയുമെങ്കിൽ ഇവിടെ ഒന്നാരെ പ്രസംഗിച്ച് നിങ്ങളെ പേരുള്ള പൈസലല്ലേ? 1. 2 സാജിദ് തിരൂരങ്ങാടി എറണാകുളം, ഓൽക്ക് കഴിയൂലേ? വേറെ ആളുകളെയും കൂട്ടട്ടെ. എന്നിട്ട് ഇതുപോലൊരു വേദി സംഘടിപ്പിക്കട്ടെ. എന്നിട്ട് സംശയ നിവാരണം വരുത്താൻ കഴിയുമോ? ഇലാ യൗമിൽ ഖിയാമ കഴിയുകയില്ല എന്ന് ഞാൻ പറയാണ്. കൊണ്ടുവരിങ്ങൾ കൊണ്ടുവരില്ല, കഴിയൂല. ഓരോന്നിട്ട് ഓരോന്ന് പറയും. എന്നിട്ട് എന്തൊക്കെയാ പറയുക? ഇപ്പൊ ഫൈസൽ ഉസ്താദ് ഇവിടെ ഇംഗ്ലീഷ് ഭാഷ ഹറാമാണ് എന്ന് സുന്നികൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിന്റെ സാഹചര്യം വിശദീകരിച്ചു. ഇങ്ങനെയൊക്കെയാണ് മുജാഹിദുകളും എഴുതിയിട്ടുണ്ട്. മുജാഹിദുകളെ, നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി അറിയില്ല. അതിനെന്താ പറയാ? എന്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ച് ആലിയ കോളേജിലെ സോവനിയിൽ പറഞ്ഞ ആ ലേഖനത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ കൊണ്ടോട്ടി നേർച്ചക്ക് ചണ്ട മുട്ടലുണ്ട് എന്ന മറുപടി. ഒരു വിഷയം പറഞ്ഞാൽ അത് എന്തിനാ പറഞ്ഞത് മനസ്സിലാക്കണം. കരുമ്പിലാക്കലിന്റെ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചുള്ള ക്ലിപ്പ് ഇട്ടു. അങ്ങനെ കുറെ ക്ലിപ്പുകൾ കാണിച്ചു. അതിനൊന്നും പറയില്ല. ഇങ്ങനെ നേരെ വിലങ്ങിനാ പറയാ. പണ്ട് ഒരു ഡോക്ടർ കള്ളുടിയന്മാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചു. ഒറ്റൊന്നിന് ലെവൽ ഉണ്ടാവില്ലല്ലോ, കോമൺ സെൻസ് ഉണ്ടാവില്ലല്ലോ, കാശ് കൊടുത്ത് ഭ്രാന്ത് വാങ്ങിയതല്ലേ. എല്ലാവരും ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കുക. ഇയാൾ ഇതിന്റെ ആ മദ്യപാനത്തിന്റെ കേടുകളും അതിന്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ
ഇത് കാണിച്ചു കൊടുക്കാൻ, ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്സിൽ കള്ളും ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഈ ഞാഞ്ഞലുണ്ട് എന്നൊരു ജീവി, അതിനെ ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ടു. അതിങ്ങനെ നീന്തിക്കയറി. അതിനെ മദ്യത്തിന്റെ ഗ്ലാസ്സിലിട്ടപ്പോൾ അത് നുരുമ്പിയാണ് പോയി. കള്ളുടിയന്മാരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിച്ചു. കുറച്ചെന്തുള്ള ആള് പറഞ്ഞു, ഈ കള്ളുടിച്ചത് പള്ളയത്തെ കൃമിയൊക്കെ പോകാൻ നല്ലതാണ്. ഒരിക്കൽ പതാ കിട്ട, ഇതിന് നിർവാഹമല്ല ഉണ്ടോ? അപ്പൊ നേരെ വിലങ്ങിന് മനസ്സിലാക്കാതെ ശരിക്കും മനസ്സിലാക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഒന്ന് പറയാത്തവരാ. ഇന്നൊന്ന് പറഞ്ഞാൽ നാളെ വേറൊന്നാ പറയാം. അതുകൊണ്ടാണ് നേരത്തെ ഉസ്താദ് അവറുകള് സിഹിറിന്റെ വിഷയം, ജിന്നിന്റെ വിഷയം, ഇങ്ങനെയുള്ളതൊക്കെ ഇട്ടു. ഓരോ മൗലവിമാർക്കും ഓരോന്ന്. ഒരു ഉദാഹരണം പറയാം. ഇവരുടെ ഒരു മൗലവി ബാലുശ്ശേരിക്കാരൻ മൗലവി റബീഉൽ അവ്വലിനെ പറ്റി പറയണോ നോക്കിയോ നിങ്ങൾ. അദ്ദേഹം പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ സദസ്സിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? നബി ജനിച്ചത് റബീഉൽ അവ്വൽ അല്ല. ഒരു മൗലവി, തൊട്ടപ്പുറത്തെ മൗലവി അറിയ നോക്കി നോക്കി നിങ്ങൾ. അനസ് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ഇതിലേതാ മുജാഹിദ്? റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് ഒരു മൗലവി അല്ല. റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ച് എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിയുന്ന ആൾക്കാർ ആരാണ്? എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ മറ്റാൾ പറഞ്ഞത് സ്റ്റാൻഡിന്റെ പിന്നിൽ. മറ്റാൾ തൊപ്പിട്ട് ചോദിച്ചു, മറ്റാൾ തല മറക്കാതെ പറഞ്ഞു. ഇത് വ്യത്യാസം. അപ്പൊ ഓരോ മൗലവിമാർ ഓരോന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യ രാജ്യത്ത് മുജാഹിദ് പ്രസ്ഥാനം വ്യവസ്ഥാപിതമായി സംഘടനാ രൂപത്തിൽ വന്നത് 1854 അൽ ഫൈറസിയ എന്ന വിഭാഗവുമായിട്ട്. അന്ന് സുന്നികളുമായി 5 വിഷയങ്ങളെ തർക്കമുള്ളൂ. പിന്നീട് ബിജാപൂരിൽ വഹാബി മൂവ്മെന്റ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. പിന്നീട് ദേശീയാടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അഹ്ലെ ഹദീസ് ഉണ്ടാക്കി. പിന്നീട് അതിന്റെ ഒരു ശൈലിയായി, അതിന്റെ ഒരു രൂപഭാവത്തോടു കൂടെ കേരളത്തിൽ നിഷ്പക്ഷ സംഘം എന്ന നിലക്ക് പക്ഷം ഇല്ലാത്തടത്ത് പക്ഷം ഉണ്ടാക്കാൻ വേണ്ടി വന്നു. പിന്നീടാണ് നിഷ്പക്ഷ സംഘം ഉണ്ടാക്കുമ്പോൾ കുറെ പ്രശ്നം ഉണ്ടാകുമല്ലോ, ഉറപ്പാണ്. ആ സമയത്താണ് ഐക്യസംഘം എന്നുള്ള നിലക്ക് കൂടുതൽ വേറെ രൂപത്തിൽ വന്നത്. ഇങ്ങനെ മാറി മാറി ഓരോരോ രൂപത്തില് ഈ തവളാപ്പൊട്ടിൽ വന്ന് തവളായക എന്നുള്ള കോലത്തിൽ ഇങ്ങനെ ഓരോന്ന് മാറി. അങ്ങനെ 924 കാലങ്ങളിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അവരുടെ പണ്ഡിത സംഘടന രൂപീകരിച്ചു. ആ സമയത്ത് സുന്നികളുടെ 17 വിഷയത്തിലാണ് തർക്കമുള്ളത്. ഇന്ന് സുന്നികളുമായി 187ഓളം വിഷയങ്ങളിൽ തർക്കമാണ്. അന്ന് 17, ഇന്ന് 187, 170 അതിന്റെ ഇടയിൽ കൂട്ടി. ആരോട് ചോദിച്ചിട്ട് കുരുളകിന്റെ വില? നിങ്ങൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. 1940-കളിൽ മുജാഹിദ് പ്രസ്ഥാനം ഓല മദ്രസ ഉണ്ടാക്കിയതാണല്ലോ പറഞ്ഞത് അല്ലേ? എല്ലാതിന്റെയും ഫറൂഖ് പാലം ഓല് വന്നിട്ട് അത്ര ഉണ്ടായി. ഇങ്ങനെ എന്ത് വിഷയം ഓല് വന്നിട്ടുണ്ടായത്. ശരി, ആ മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി ഉദ്ഘാടനം ചെയ്ത മദ്രസയായ അൽ മദ്രസത്തുൽ ഇത്തിഹാദിയ റബീഉൽ അവ്വൽ 12-ന് മൗലിദ് ആഘോഷിച്ചിട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചതെന്ന് മുജാഹിദുകളെ നിങ്ങൾക്കറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോ. ആ മുജാഹിദ് മദ്രസയടക്കമുള്ള അവരുടെ മദ്രസകളിൽ 942കളിൽ തറാവീഹിന്റെ റക്അത്ത് എത്ര എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ അതിന് 20 എന്ന് മറുപടി പറഞ്ഞാലേ മാർക്ക് ലഭിക്കുകയുള്ളൂ. അതേ മദ്രസകളിൽ ഇന്നൊരു കുട്ടി പരീക്ഷയ്ക്ക് എഴുതുകയാണ്, തറാവീഹ് എത്ര റക്അത്ത് എന്ന ചോദ്യത്തിന്റെ ആൻസർ 20 എന്നെഴുതിയാൽ അന്ന് വട്ടപൂജ്യമാണ്. അന്ന് മാർക്ക്, ഇന്ന് 0. നോക്കൂ, 950ന്റെ മുമ്പ് സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സുന്നത്താണ് എന്നെഴുതിയാൽ മാർക്കുണ്ട്. 950ന്റെ ശേഷമോ സുന്നത്ത് എന്നെഴുതിയാൽ അത് മാർക്കില്ല. ആരെ മാറ്റി? എന്തിനെ മാറ്റി? ഇല്ലേ, മാറ്റിയിട്ടില്ലേ? എന്താണ് ഈ ഓപ്പൺ ആയിട്ടുള്ള ചോദ്യോത്തരത്തിന് മടി? എന്താ വിഷയം? ഇതാണ് കള്ളിപൊളി. മുണ്ടണ്ട, സ്വകാര്യം പറയാൻ ഒലി കേൾക്കണ്ട. അങ്ങനെയാണ് വിഷയങ്ങൾ. 950ന്റെ മുമ്പ് ഉറുക്കുകെട്ടൽ ജായിസാണ്.
സുന്നികളുടെ ഉടമസ്ഥതയിൽ നിന്ന് അതല്ലെങ്കിൽ സുന്നികൾ നിസ്കരിച്ചിരുന്ന ഒരു കാലത്ത് സുന്നികളുടെ കൂടെയുണ്ടായിരുന്ന മുഹീദ്ദീൻ പള്ളി, പേര് തന്നെ അങ്ങനെയാണല്ലോ, ഇന്ന് മുജാഹിദുകൾ കട്ടെടുത്തു കൊണ്ടുപോയതാണ്. ആ മുജാഹിദുകളുടെ പള്ളിയായി എന്നറിയപ്പെടുന്ന മുഹീദ്ദീൻ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരുപാട് മുജാഹിദുകളുടെ വൈസർജിക വസ്തുക്കൾ, അവരുടെ പുസ്തകങ്ങൾ അത് വിതരണം ചെയ്യുന്ന ഒരുപാട് ബുക്ക് സ്റ്റാളുകളുണ്ട്. ഇന്നും KM മൗലവിയുടെ ഫത്വ എന്ന് പറഞ്ഞിട്ട് അവരുടെ പുസ്തകങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ KM മൗലവിയുടെ ഫത്വയിൽ പറയുന്നു, ഉറുക്കുകെട്ടൽ ഉപാധിയോടെ ജായിസാണ്. ആ KM മൗലവി കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ആദ്യത്തെ പ്രസിഡന്റാണ്. ആദ്യത്തെ പ്രസിഡന്റായ ഉമർ മൗലവി പറയുന്നു ഉറുക്കുകെട്ടൽ ജായിസ്. KM മൗലവി പറയുന്നു ഉറുക്കുകെട്ടൽ ജായിസ്. ആദ്യം പ്രസിഡന്റും പിന്നെ വൈസ് പ്രസിഡന്റുമായ ഉമർ മൗലവി. ലഫ്ദിന്റെ സിയാദത്ത് മാനന്റെ സിയാദത്തിന്റെ മേൽ അറിയിക്കണല്ലോ, പ്രായം കൂടിയപ്പോഴേ. അപ്പൊ ആ ഉമർ മൗലവി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നു ഉറുക്കുകെട്ടൽ ശിർക്ക്. അപ്പൊ പ്രസിഡന്റിന്റെ വീക്ഷണ പ്രകാരം വൈസ് പ്രസിഡന്റ് പിതനക്കാരൻ, വൈസ് പ്രസിഡന്റിന്റെ വീക്ഷണ പ്രകാരം പ്രസിഡന്റ് അവർ ഒന്നാം തരം മുശ്രിക്ക്. ഇതെങ്ങനെ സംഘടന? ഇങ്ങനെ ഇല്ലേ? ഉണ്ടോ? ഇങ്ങനെ ഉണ്ടോ എന്ന ചോദ്യത്തിന് പട്ടാമ്പി ഉത്സവത്തിന് 81 ഉണ്ടായിരുന്നു. ഇതല്ല മറുപടി. ഇതിനെന്താ മറുപടി? ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഇജാതി ചോദ്യങ്ങൾ സുന്നി മക്കൾക്ക് ചോദിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വൈരുദ്ധ്യത്തോടു കൂടെ വൈരുദ്ധ്യാധിഷ്ഠിത ഒരുപാട് ആദർശങ്ങൾ ഈ സമുദായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോന്നോരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിലക്കാണ് അവരുടെ ഓരോ വിഷയങ്ങളും. എന്നിട്ടാണ് മഹാരഥന്മാരായ സയ്യിദന്മാരെ ചീത്ത പറയല്, മഹത്തുക്കളായ ആലിമീങ്ങളെ കുതിര കയറല്, അതിന്റെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആചാര അനുഷ്ഠാന കർമ്മ വിശ്വാസ ആദർശ രംഗങ്ങളിൽ സ്വാത്വികരായ സലഫു സ്വാലിഹീങ്ങളെ പിൻപറ്റിയതിന്റെ പേരിൽ ഇവിടെ ഓരോരുത്തരെയും വിമർശിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തിയവരാണ്. എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടില്ലേ? ഇല്ലേന്ന് ചോദിക്കണമെങ്കിൽ ഓല് വേണ്ടേ? ഓല് അപ്പുറത്തിരിക്കല്ലേ, നമുക്ക് ചോദിക്കാലോ. ഓല് മൗലവി പ്രസംഗിക്കുമ്പോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ അല്ലേന്ന് ചോദിക്കാലോ. അവസരം കൊടുക്കൂ നിങ്ങൾ, കൊടുക്കൂ നിങ്ങൾ അവസരം. ഇങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടില്ലേ? കഴിഞ്ഞില്ല. സഹാബത്തെ കിറാമിനെ കുറിച്ച്, മഹാരഥന്മാരായ സഹാബത്തെ കിറാമിനെ കുറിച്ച് ആ രൂപത്തിൽ തന്നെ അവർ വിശ്വസിക്കുന്നു. MT അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട് എന്ന് പറയുന്ന വ്യക്തി ഈ ജില്ലക്കാരനാണ്, കൊണ്ടോട്ടിയുടെ പരിസരത്തുള്ള ആളാണ്. മഹാരഥന്മാരായ സഹാബത്തെ കിറാമിനെ കുറിച്ച് അവിടുന്ന് പുച്ഛത്തോടെ പറഞ്ഞത്, കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്ത് ചെയ്യുന്നതും ദീനിൽ തെളിവല്ല. ഇതാണ് അവർ പറയുന്നത്. അത് തെളിവല്ല എന്നവർ പറയുന്നു. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ളത് ദീനിൽ തെളിവല്ല എന്നവർ പറയുന്നു. അപ്പൊ സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചത് എന്താണ്? മുസ്ലിയാക്കൾ ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്തും തെളിവല്ല. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ 2 വാങ്ക് മക്കയിലുണ്ട്, മദീനയിലുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ട്. നമ്മുടെ പള്ളികൾ തിരിച്ചു വെച്ച കഅബയിലുണ്ട്, മസ്ജിദുൽ ഹറാമിലുണ്ട്, മസ്ജിദുൽ നബവിയിലുണ്ട്, മസ്ജിദുൽ അഖ്സയിലുണ്ട്. ഒക്കെ ഉണ്ട്. ഒരു പള്ളിയിലുണ്ടോ? ഇല്ല. സിംഗിൾ വാങ്ങുക. നമ്മുടെ പള്ളിയിൽ വെള്ളിയാഴ്ച ഡബിൾ വാങ്ങുക. ഇവർക്ക് സിംഗിൾ വാങ്ങുക. ഒന്ന് കട്ടുണ്ടോ അല്ലേ? കാരണം സഹാബത്ത് ദീനിൽ തെളിവല്ല എന്ന് അവർ പറയുന്നത്. വെള്ളിയാഴ്ച ഖതീബിന്റെ കൈവശം ഒരു വടി പിടിക്കാറുണ്ട്. ആ വെടി എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ടവരെ പിടിച്ച വടിയല്ലത്തി യതമിദു അലൈഹാ ഉമർ വകദാ അബൂബക്കർ
അബൂബക്കർ റളിയല്ലാഹു അൻഹു പിടിച്ചവടിയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചവടിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചവടിയാണ്. മിമ്പർ ഉണ്ടാക്കിയതിന് ശേഷവും ഖുതുബ ഓതുന്ന സമയത്ത് കയ്യിൽ ഒരു വടി പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. സഹീഹ് മുസ്ലിമിലുണ്ട്. ഇവർക്കോ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരവിടെ ഭിന്നിപ്പുണ്ടാക്കിയത്? ഖുതുബ ഏത് ഭാഷയിലാണ്? മഹാനരായ ഇമ്രാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുസ്തറദു കൗനുൽ ഖുതുബതി അറബിയ്യ ലിഅന്ന നബിയ വൽ ഖുലഫാ ബഅദഹു കാനു യഖ്തുബൂന ബിൽ അറബിയ്യ. അറബി ഭാഷയിലാണ് ഓതിയത് അല്ലേ? ഇങ്ങനെയല്ലേ കിതാബിലുള്ളത്? കെ.എം. മൗലവിനോട് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഖുതുബ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ തേങ്ങക്കാലത്ത് തേങ്ങ ഖുതുബ, റബ്ബർ കാലത്ത് റബ്ബർ ഖുതുബ, അണ്ടിക്കാലത്ത് അണ്ടി ഖുതുബ ഒക്കെ കേൾക്കാറ്. അപ്പൊ ഖുതുബ എന്ന് ട്രാൻസ്ലേഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എന്താ കെ.എം. മൗലവി പറഞ്ഞത്? വലാകിൻ ഹാഹുന ശൈഉൻ യംബഗി അൽ ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാ ലം നജിദ് ഫീ കിതാബിൻ മിൻ കുതുബി അന്ന സലഫ സാലിഹീന വമൻ കാനൂ മിൻ ബഅദിഹിം ഹീനമാ യഖ്തുബൂന അൽ ഖുതുബ അൽ മശ്റൂഅ യദ്കുറൂന അർകാനഹാ വയതർജിമൂന തവാബിഹ അഖബ ദിക്രിഹാ ബിൽ അറബിയ്യ ബൽ നഅലമു അന്ന നബിയ്യ വസ്സഹാബത കാനൂ യഖ്തുബൂന അർകാനഹാ വതവാബിഹ കുല്ലഹാ ബിൽ ലുഗത്തിൽ അറബിയ്യ. നബിയും സഹാബത്തൊക്കെ അനറബി നാടുകളിൽ പോയിട്ട് പോലും ഖുതുബ ഓതിയിരുന്നത്. സഹാബത്തെ കിറാം അനറബി നാടുകളിൽ പോവുകയാണെങ്കിൽ അവിടെ ഖുതുബ ഓതിയിരുന്നത് അറബി ഭാഷയിലായിരുന്നു എന്ന് താബി ആ ഖുതുബന്റെ മുഴുവൻ ഭാഗങ്ങളും, അനുബന്ധങ്ങളാകട്ടെ, സാരാംശങ്ങളാവട്ടെ, അർക്കാനുകളാവട്ടെ, തവാബികളാവട്ടെ, മുഴുവനും അങ്ങനെയായിരുന്നു എന്ന് ആദ്യകാലത്ത് കെ.എം. മൗലവി സാഹിബ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തമായി അൽ ഇർഷാദ് എന്ന പത്രത്തിൽ. ഇപ്പോൾ ഉള്ളത് നോക്കി നോക്കൂ നിങ്ങൾ. ഖുതുബ മാറ്റുകയാണ്. എന്നിട്ട് അതിനുള്ള ന്യായം എന്താ? ഖുർആനല്ല, ഹദീസല്ല, പിന്നെ ജനങ്ങൾക്ക് തിരിയണം. ഇങ്ങനെ ആയത്തുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പേട്ടപ്പള്ളിയിൽ പരിഭാഷയില്ലേ എന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ആയത്തുണ്ടോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഖുതുബ അറബി ഭാഷയിൽ ഓതണം എന്ന് പറയാൻ കാരണം അത് ദിക്റാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഫർലാക്കപ്പെട്ട ദിക്ർ തക്ബീറത്തുൽ ഇഹ്റാം ആവട്ടെ, അത്തഹിയ്യാത്ത് ആവട്ടെ, ഫാത്തിഹ ആവട്ടെ, ഒക്കെ അറബിയിലാണ്. ഇതായിട്ട് മലയാളത്തിലാക്കണം. ഇവർ പറയാം ശ്രോതാക്കളെ ഭാഷയിലാക്കണം. പൊന്നാര അബിമാരെ, ഇന്നിപ്പോ ഈ ഹജ്ജിന് പോയാൽ എത്ര ലക്ഷം ആൾക്കാരാ അവിടെ. ശ്രോതാക്കളെ ഭാഷയിൽ ഖുതുബ ഓതാൻ പുറപ്പെട്ട ഖിയാമത്ത് നാൾ വരെ അവിടെ ഖുതുബ കഴിച്ചു. അയ്യോ, ഇനിയോ ഖുതുബ ഓതാൻ തുടങ്ങി നിൽക്കുക. അറബികൾക്ക് ഇങ്ങനെ വേണ്ടിയിട്ട് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അപ്പൊ ഉണ്ടാവും തമിഴന്മാര് സൊള്ള മുടിയാതെ വിളങ്കരിക്കത്. ഓൽക്ക് ഓല ഭാഷ പറയണ്ടേ? ഉത്തരേന്ത്യക്കാരെ കേൾക്കാഹോ എന്ന് പറഞ്ഞിട്ട് ഓരപ്പുറത്തും ഓൽക്ക് ഓല ഭാഷയിൽ ഹുദാ ബടാ ഹേ എന്ന് പറഞ്ഞാൽ ഓൽക്കും പറയണ്ടേ? ചൈനക്കാരോട് ചും ചും ചാം കണ്ട് കുത്തുപോതേണ്ടി വരും. ഓല ഭാഷ അങ്ങനെ പ്ലേറ്റ് ഉട്ടണ വെച്ചാണ് ഓല ഭാഷന്റെ കണക്ക് അല്ലേ? മലയാളം തന്നെ എത്ര ഭാഷയാണ്? 6 നാട്ടിൽ 100 ഭാഷ. വടക്ക് എടുത്ത് പോയാൽ ഹുമാ ഹുമാ മോനെ ബന്ധുക്ക് കോനായി കുത്തർന്നക്ക്. നമ്മളെ മലപ്പുറക്കാരെന്താ പറയുക? എന്റെ മോന്റെ മോന്തകളെന്നാ കട എന്താ വെച്ചാൽ ഒലക്കിയുടെ നോട്ടം നോക്കുന്നു ചോദിച്ചു. പുള്ളിക്കാരൻ എവിടെയാ ഹോ എന്ന് പറയും തെക്കന്മാർ. ഇങ്ങനെ ഓരോ ആളുകൾ ഓരോ കോലത്തിലാണ്. ഇവരോട് ഈ ഇണ്ണികളോട് എങ്ങനെ ശ്രോതാക്കളുടെ ഭാഷയിൽ ഓതുക? പൊന്നാര അഭിമാരെ ഈ പിത്തനക്ക് കിട്ടണം. അത് ജനങ്ങളോടുള്ളത് മലയാളത്തിൽ, അല്ലാഹുവോടുള്ളത് അറബിയിൽ. അപ്പൊ അള്ളാഹ്ക്ക് അറബിയിൽ ഒന്ന് നിസ്കാരത്തിൽ. അപ്പൊ എങ്ങനെ? കാരണം ഈ ഒടുവിലെ 13ാമത്തെ പറഞ്ഞുണ്ടല്ലോ, തർത്തീബിന്റെ മുമ്പുള്ള പറഞ്ഞത് എന്താ? സലാം വീട്ടലാണ്. സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളഹാനോട്, അള്ളാഹ്ക്ക് നമ്മൾ സലാമത്തുണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? അത് മലക്കുകളോട്, മുഅ്മിനീങ്ങളോട് ഫത്തുൽ മീൻ ഓതി അറിയാം. അപ്പൊ ഇവരെങ്ങനെ സലാം വീട്ടല്? മസീഹുദ് ദജ്ജാൽ ക്ലോസ് ഫ്രണ്ട് അല്ലേ? മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് സലാമു അലൈക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, ഇങ്ങക്കും ഇങ്ങനെ അറിയല്. നിസ്കരിക്കാൻ വരുമോ എന്ന് ഹയ്യാല സലാം എന്ന് പറയുന്ന സ്ഥലത്ത് പറയല്. അപ്പൊ ഒരു അന്തോ ഒരു കോമൺ സെൻസ് ലേസുള്ള ആളുകൾ ഒരിക്കലും തന്നെ എന്താവൂല അറിയാം, മുജാഹിദാവൂല. കാരണം ഓരോന്ന് മാറ്റി മാറ്റി വരിക. ഇപ്പൊ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയും ജിന്ന് വിവാദം വന്നു. പണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് പറഞ്ഞു. പിന്നെ ജിന്നിനോട് ചോദിക്കാന്നുള്ളത് അബ്ദുറഹ്മാൻ സലഫിയും സക്കരിയ സലാഹിയും ശംസുദ്ദീൻ ബാലത്തും ഹാരിസ് ഇബ്നു സലീമും ബദരീങ്ങളെ പേരല്ല, ബിറ്റയുടെ പേരാ. ഇതൊക്കെ ഇങ്ങനെ വളരെ വ്യക്തവും സ്പഷ്ടവുമായി പറഞ്ഞു. അബ്ദുറഹ്മാൻ സലഫിന്ന് കാലൂരി. ഇപ്പൊ സലഫി പറഞ്ഞത്, സലഫിനോട് പറഞ്ഞു ആഗോള സലഫികളോട് കൂടെയാണ് സലഫി ഞാനുള്ളത് എന്ന് സക്കരിയ സലാഹി. അല്ല, ആഗോള ദജ്ജാലികളുടെ കൂട്ടത്തിലാണ് സലാഹി എന്ന് വരും. വേണോ
ഇൻഷാ അല്ലാഹ് സമജ്ദാർ കെ ലിയെ ഇശാറ കാഫിയ പത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീടാക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും ഇവർ പുകഴ്ത്തുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെയുള്ളത് ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചിരുന്നു എന്നതാണ്. ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചു എന്നത് ഇസ്ലാമിൽ തെളിവല്ല. ഇനി ഇസ്ലാമിൽ അന്നാസ് എന്നതിൽ സ്വഹാബത്ത് വന്നുവെന്ന് തന്നെ കരുതുക. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിരിക്കുന്നത്. പിന്നെ മക്കത്ത് അങ്ങനെ ഇല്ലേ എന്നാണ് മറ്റൊരു ചോദ്യം. മക്കത്തേക്ക് നോക്കാനല്ല ഇസ്ലാം പറഞ്ഞത്, പിന്നെ മുക്കത്ത് നോക്കാനാ, മക്കത്ത് നോക്കാനല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ളത് ദീനിൽ തെളിവല്ലെങ്കിൽ, ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലല്ലേ മുസ്ഹഫ് ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലല്ലേ വ്യവസ്ഥാപിതമായി പ്രത്യേക ലിപിയോടുകൂടെ ക്രോഡീകരിക്കപ്പെട്ടത്? ഈ സഹാബത്ത് തെളിവല്ലെങ്കിൽ നബി തങ്ങളുടെ സുന്നത്ത് എങ്ങനെയാണ് തെളിവാക്കുക? ഖുർആൻ ക്രോഡീകരണം എങ്ങനെയാണ് തെളിവാക്കുക? സഹാബത്ത് ദീനിൽ തെളിവല്ല എന്ന് പറയുന്ന പൊന്നാര മൗലവിമാരെ, ആഖിറമില്ലേ, മഹ്ശറയില്ലേ? ഈ സമയത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ആരോപണം നിങ്ങൾ നടത്തുന്നില്ലേ? അവരുടെ കാലത്തുള്ള ദീനിൽ തെളിവല്ല എന്ന് പറയുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ എവിടുന്ന് പറഞ്ഞത്? അസ്ഹാബി അമനത്തുൽ ഉമ്മത്തി കന്നുജൂമി ഫിസ്സമാ. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. വാനലോകത്തുള്ള നക്ഷത്രങ്ങളെ പോലെയാണ്. ഒരു കാലത്ത് റഡാർ കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ്, ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് കടലിലൂടെ സഞ്ചരിച്ചിരുന്ന കപ്പലിലെ കപ്പിത്താന്മാർ, ക്യാപ്റ്റന്മാർ, അവർ ദിശ അറിയാൻ ഉപയോഗപ്പെടുത്തിയിരുന്നത് വാനലോകത്തുള്ള നക്ഷത്രങ്ങളായിരുന്നുവെങ്കിൽ ദിശയറിയാതെ ഉഴലുന്ന പാവപ്പെട്ട സമുദായത്തിന് ഖുർആനും സുന്നത്തും വൈകൃതമായി ചിത്രീകരിക്കുന്ന കാലഘട്ടത്തിൽ ഏതാണ് ശരിയായ ആദർശം എന്ന് തിരിയണോ? ആദർശത്തിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കണോ? സഹാബത്തെ കിറാമിന്റെ ജീവിതം മനസ്സിലാക്കുക. അവർ ഉറുക്കുകെട്ടിയവരാണ്, അവർ ഖുർആൻ ഓതിയവരാണ്, അവർ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചവരാണ്, അതുപോലെ വെള്ളിയാഴ്ച 2 ഖുതുബയും അറബിയിൽ നിർവഹിച്ചവരാണ്, 2 വാങ്ക് കൊടുത്തവരാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് സഹാബത്തെ കിറാമിനെ അംഗീകരിക്കുക. ആ സഹാബത്തിന് വിവരല്ല, അവരെ പിൻപറ്റാൻ പറ്റൂല, തെളിവല്ല. പറഞ്ഞു എവിടേക്കെത്തി അറിയാം. മറഞ്ഞ കാര്യം അള്ളാന്റെ റസൂലിന് അറിയില്ല, ഔലിയാക്കൊക്കെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ അള്ളാഹ്ക്കും അറിയില്ല എന്നുള്ളടത്തേക്ക് എത്തി. അങ്ങനെ അള്ളാഹ്ക്കും അറിയില്ല എന്നുള്ളടത്തേക്ക് അങ്ങനെ ആരെ പറഞ്ഞു? ശ്രീമാൻ സക്കരിയ മൂപ്പര് പറഞ്ഞതാണ്. ഇവർ ഭിന്നിപ്പായപ്പോ ഗ്രൂപ്പ് പ്രസംഗം ഇങ്ങനെ ഇട്ടപ്പോ നമ്മളെ മൻസൂർ ചമ്മാട്ടുകാരനല്ലേ മൻസൂർ, മൂപ്പരുണ്ട് സക്കരിയ സലാഹിനെ പറ്റി പറഞ്ഞിട്ട് ക്ലിപ്പ് ഇടുന്നു. സക്കരിയാന്റെ പ്രസംഗം എന്താണ് അറിയാം? സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ എന്ന് ഇവർ ചോദിച്ചു. അപ്പൊ സക്കരിയ സലാഹിന്റെ മറുപടി എന്താണ്? അത് ഹറാമാണ്, എങ്ങനെ ഖുർആൻ ഉണ്ടാകുക? അങ്ങനെ ഒരു മുസീബത്ത് വരുമെന്ന് അള്ളാഹ്ക്ക് നേരത്തെ അറിയോ? പൊന്നാര സുഹൃത്തുക്കളെ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇട്ടുകൊടുത്ത പിന്നെ ഇങ്ങനെ ഇയാൾ പറഞ്ഞു കൂട്ടിയ ഒരു പ്രസംഗം ഒന്ന് ഇയാൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആൻ എങ്ങനെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവും അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലല്ലോ. അള്ളാഹുവിന്റെ പൊരുളൊട്ടും പറഞ്ഞു അതിന്റെ സംഗതി ഉണ്ടാവും, ഇങ്ങനൊരു സംഭവം ഉണ്ടാവും അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹ് മൊത്തം പറഞ്ഞത്. ഈ ജാതി പൊട്ടത്തരം മുഴുവൻ പറയണ കുറെ പൊട്ടന്മാരുടെ പിന്നാലെ കൂടാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുട്ടികളെ എന്തങ്ങളോട് പറയാം? ഇങ്ങോട്ട് ഇങ്ങനെ അന്തം വിട്ട് നടക്കുകയാണല്ലോ. ഇവരെന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ. ഒരു കാലത്ത് വരെ ജിന്നുണ്ട്, പിന്നെ അല്ല, പിന്നെ അങ്ങനെ ഇല്ല അന്നല്ല, ഉണ്ട് ഉണ്ട്, ഇങ്ങനെ തന്നെ. ഒരു പറഞ്ഞു ശരിയാ, പണ്ട് രാജ്യയുടെ കഥ പറഞ്ഞായിരിക്കും. മുജാഹിദ് പരിപാടി വെച്ചപ്പോ ശരിയാണ്, ഒരു പറഞ്ഞതിലും കാര്യമുണ്ട്. മറ്റൊരു പരിപാടി വെച്ചപ്പോ അതിലും കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിൽക്കണ്ട, അജു പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ കോലത്തിലുള്ള രാജീയരും മദ്ഹബാകുന്ന പൊന്നാര സുഹൃത്തുക്കൾ നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്?
അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഇനി ചോദ്യോത്തരത്തിനുള്ള അവസരം. ഇവരുടെ സഫാഹത്തും പിന്നെ മന്ദബുദ്ധി എന്ന് കൊടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണമല്ലോ, അതും കൂടി ഇല്ലാത്ത, മാന്ദ്യ ബുദ്ധിയിൽ സംഭവിച്ചാലല്ല മന്ദബുദ്ധി എന്ന് പറയാം, അതും കൂടി ഇല്ലാത്തൊരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ജംഇയ്യത്തുൽ ജുഹലാഇന്റെയും വഫലാഇന്റെയും ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ശരിയായ ആദർശത്തിലേക്ക് വരണം. നേരത്തെ ഫൈസൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇബ്ലീസിന്റെ തിയറി നിങ്ങൾ ഒഴിവാക്കണം. പടച്ച തമ്പുരാന്റെ ദീനിന് വേണ്ടി ഒന്നിക്കണം. ആദം നബി അലൈഹിസ്സലാം, മഹാനരായ ആദം നബി അലൈഹിസ്സലാമിനെ അനാദരിച്ചതിന്റെ പേരിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എഴുത്തപ്പെട്ടപ്പോ ആ ഇബ്ലീസിന്റെ എന്തൊക്കെ സ്വഭാവമുണ്ടോ അതൊക്കെ ഇവർക്കുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഇബ്ലീസിന് ഒരു പ്രശ്നം നബിന്റെ ജന്മദിനാണ്. സുന്നി കുട്ടികൾ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹും പാടിയിട്ട് ഇങ്ങനെ ജാഥ നടത്തുമ്പോൾ ഇവരാണ് ഈ ഇഞ്ചി അടിച്ച കുരങ്ങന്റെ ആയിരിക്കും ഇങ്ങനെ നോക്കിക്കണം. ദുഃഖം അല്ലേ? അങ്ങനെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇബ്ലീസിന് ദേഷ്യ. എങ്ങനെയാണ് ഇബ്ലീസിന്റെ ദേഷ്യം? സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങി. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയത് ഇബ്ലീസിന് ഭയങ്കര ദേഷ്യം. ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അൽ ഫാത്തിഹ എത്ര. അതുകൊണ്ടാണ് അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇറങ്ങി പോകണ്ടിട്ടില്ലേ, അത് സംഭവമാണ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ആദർശങ്ങളുണ്ട്. ഇബ്ലീസിന്റെ സംസ്കാരം ഏത് സംസ്കാരമായിരുന്നു? ദാറുൻ നദ്വ എന്ന് പറയുന്ന അന്നൊരു നദ്വത്തിന്റെ ഓഫീസിലേക്ക് അബൂജഹിൽ എന്ന് പറയുന്ന മക്കാ മുശ്രിക്കുകളുടെ നേതാവ്, ആ അബൂജഹിലിനെ പറ്റി ഇവരെന്താ പറയല്? ഹാജി അബൂജഹൽ, അൽ-ഹാജി അബൂ ലഹബ്, അൽ-ഹാജി വലീദ് ഇബ്നു മുഗീറ. അപ്പൊ ഈ അബൂജഹിലി എന്ന് പറയുന്ന വ്യക്തിയെ അൽ-ഹാജി എന്ന് പറയുന്നു. എന്തേ ബഹുമാനിക്കാൻ കാരണം? വലിയ എപ്പോഴും ബഹുമാനിച്ചിരുന്നതാണ്. അഥവാ ഇബ്ലീസ്. ഇബ്ലീസ് എങ്ങനെയാണ് അവിടെ വന്നത്? ഇവർ എല്ലാ വിഷയം നോക്കി നോക്കൂ നിങ്ങൾ. മക്കാ മുശ്രിക്കുകളുടെ ഓഫീസ് ദാറുൻ നദ്വ, ഇവരുടെ ഓഫീസിന്റെ പേര് നദ്വത്തുൽ മുജാഹിദീൻ. ഇവരുടെ നേതാവ് ഇബ്നു അബ്ദുൽ വഹാബ്, നജിദ് നാട്ടുകാരൻ. ഇബ്ലീസ് എങ്ങനെ വന്നത്? ഇബ്നു അബ്ദുൽ വഹാബ് വരുന്നതിന്റെ 300 കൊല്ലം മുമ്പ് അസ്ഖലാനി ഇമാമും ഖസ്തലാനി ഇമാമും ഒക്കെ ചരിത്രം സനദ് സഹിതം ഉദ്ധരിക്കുന്നു. വജാഅ ഇബ്ലീസു ഫി സൂറത്തി ശൈഖിൻ നജിദിയ്യിൻ. അപ്പൊ ഒരു വഹാബി വൃദ്ധന്റെ സംസ്കാരമായിരുന്നു ഇബ്ലീസിന്, സംസ്കാരം ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു മേഖലയെ കുറിച്ച് മാറി ചിന്തിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഞങ്ങൾ രണ്ടാളും കൂടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ടില്ല, ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് അടുത്ത ആഴ്ച വന്ന് നിങ്ങൾ പറയാൻ നിൽക്കരുത്. ആദ്യം നിലപടെ വന്ന് പറഞ്ഞോളൂ, നിങ്ങൾ അതിന് പറഞ്ഞിട്ടില്ല, ഇതിന് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കുപ്പുസ്വാമിന്റെ വിഷയം പറഞ്ഞില്ല ഇവിടെ. ഈ കുപ്പുസ്വാമി എന്ന് പറഞ്ഞ ഒരാൾ വിഷയം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓച്ചിറ ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന ഓച്ചിറ മഹല്ല് ജമാഅത്തിൽ ഖബറടക്കപ്പെട്ടിട്ടുള്ള ഒരാളെ കുറിച്ച്, അയാളൊരു കുപ്പുസ്വാമിയാണ്. ഇവരിക്കന്നെ 3 അഭിപ്രായം. ഒരാൾ പറഞ്ഞു നാരായണൻ സ്വാമി എന്നാണ്, വേറൊരാൾ പറഞ്ഞത് എന്താണ്, അയാളെ പേര് എന്താ ഗുരുസ്വാമി എന്നാണ്, വേറൊരാൾ പറഞ്ഞത് വേലായുധനാണ് എന്നാണ്. ഓലെന്നെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. കാരണം പൗതി കേൾക്കുമ്പോഴത്തേനും ഓട് അങ്ങോട്ട് പോയി പറയാം, മേലെന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കുക ഓരോന്ന്. എന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓച്ചിറ മഹല്ല് എന്ന് പറഞ്ഞാൽ 1216 വീടുള്ളൊരു മഹല്ലാണ്. ഈ മഹല്ലിൽ ഒരമുസ്ലിമായ സ്വാമിയെ ഖബറടക്കും ആ നാട്ടുകാർ മുഴുവനും എതിർപ്പില്ലാതെ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അയാളുടെ മഹത്വം വിവരിക്കുന്ന പുസ്തകം വിറ്റ് നടന്നിരുന്ന ഒരു വിദ്വാൻ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടപ്പോ ഓനപ്പ ഇതിനെതിരെ തിരിയുന്നതും അവനാണ് ഇതിന് തിരിയുന്നത്. ഏതൊരു വലഹാനോ അല്ല, ഉദൂന്റെ ശൈത്താനാണല്ലേ ഹമദാനി. അങ്ങനെ ഹമദാനി അറിയുന്ന ഒരാളാണ് അതും വിറ്റുകണ്ട് നടക്കുന്നത്, വിറ്റ് നടന്നിരുന്നു. എന്നിട്ട് അയാളാണ് ഇപ്പൊ വിമർശിക്കുന്നത്. 1200 ചില്ലാന വീടുകളിൽ ഒരു മഹല്ലിൽ ഒരു അമുസ്ലിമായ സ്വാമിയെ ഖബറടക്കും എന്ന് വിശ്വസിക്കാൻ മാത്രം അന്തങ്ങൾ ഇയാൾ അവിടെ പോയി പ്രസംഗിക്കുന്നത്. ആ മഹല്ലിൽ പോയിട്ട് ഇവിടെ പ്രസംഗിച്ചെന്നാരാ? സാജിദ് മൗലവിയാ? ഞാൻ ചോദിക്കട്ടെ, സാജിദ് മൗലവി ധൈര്യമുണ്ടോ? ഇന്ത്യ രാജ്യത്തിന് 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലേ? മൈക്ക് പെർമിഷൻ എഴുതിയിട്ട് ആ പള്ളിയുടെ മുമ്പിലൊന്ന് ഇവിടെ ഖബറടക്കിയിട്ടുള്ളത് കുപ്പുസ്വാമിയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ തന്റെ അറിവുള്ള ഉമ്മവറ്റ വല്ല വഹാബികളുമുണ്ടോ? തോന്നിയ ദിവസം പറയാം. എന്നിട്ട് അവിടെ നിന്നിട്ട് വടക്കൻ കേരളത്തിൽ കയറ്റുമതി ചെയ്യുന്ന ഏതെങ്കിലും മലപരാധികൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞത് വാത്തോടെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ വിധിക്കപ്പെട്ട ഒരു വിഡ്ഢികളായി അതപ്പതിക്കണം.
സുന്ദര വിഡ്ഢിത്തത്തിന്റെ റോളിൽ ജനറൽ വിഡ്ഢിത്തം അഭിനയിക്കുന്ന പമ്പര വിഡ്ഢികളെ, അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു മനസ്സിലാക്കുന്ന നല്ലത്. ഇങ്ങനെ ഉണ്ടാവൂ. അയാൾ തമിഴ്നാട്ടുകാരനല്ലേ, അയാൾക്ക് ഉമ്മയില്ലേ, ഉപ്പയില്ലേ, അനുജനില്ലേ, ഇന്നും ജീവിച്ചിരിപ്പില്ല അയാൾ അനിയൻ ഇല്ലേ? ഏതായിരുന്നു എന്നതിൽ ചരിത്രം വളരെ വസ്തുതയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് ഒരു സിറ്റിസൺ ആണെങ്കിൽ, ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ, അയാൾക്ക് അയാളുടെ ശരിയായ പേരറിയിക്കാൻ അതിൻ്റെതായ ഡോക്യുമെന്റ്സുകൾ ഉണ്ടാവും, അതിൻ്റെതായ എവിഡന്റുകൾ ഉണ്ടാവും, തെളിവുകൾ ഉണ്ടാവും. ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ആധികാരിക രേഖ ഉപയോഗിച്ചിട്ട് അയാളുടെ പേര് കുപ്പുസ്വാമിയാണ് എന്ന് തെളിയിക്കാൻ കഴിയോ? തോന്നിയസം പറഞ്ഞാൽ മതി. ആളുകളെ കുറിച്ച് തോന്നിവാസം പറഞ്ഞാൽ മതിയോ? ഇയാൾ കുപ്പുസ്വാമിയാണ് എന്നതിന് അന്ന് അയാളുടെ ഐഡന്റിറ്റി കാർഡ് എടുക്കുക, അല്ലെങ്കിൽ അയാളുടെ ജനന സർട്ടിഫിക്കറ്റ് എടുക്കുക. എന്നിട്ട് അതുപോലെയുള്ള എവിഡൻസുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അയാളുടെ പേര് കുപ്പുസ്വാമിയാണ് തെളിയിക്കാൻ കഴിയോ? നിങ്ങൾ അവരെ പള്ളിയിൽ മുമ്പ് കബറടക്കിയതിന്റെ മുമ്പിൽ പോയിട്ട് ഇതിൽ കിടക്കുന്നത് കുപ്പുസ്വാമിയാണെന്ന് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? തോന്നിവാസം പറയല. ഇങ്ങനെയാണ് ഓരോ വിഷയങ്ങളും. പിന്നെ ഓമാനു ശ്രോതാക്കളെ പറ്റി പറഞ്ഞു, നേരത്തെ പറഞ്ഞു. ഓമാനു ശ്രോതാക്കളെ സംബന്ധിച്ചുള്ള മനാഖിബിന്റെ മൗലിദ് ഇവിടെ ഓതി. ഞാൻ ചോദിക്കട്ടെ, ആധികാരികമായിട്ട് ഓമാനു ശ്രോതാക്കളെ കുറിച്ചുള്ള മനാഖിബ് എഴുതിയ ആളുകൾ ഇങ്ങനെ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ടോ? 4 മൗലിദ് ഓൾറെഡി സഖാവിസ്വമായി ബന്ധപ്പെട്ട കിട്ടും. ഇന്ന് ടീം എഴുതിയതാരാ? ധൈര്യമുണ്ടോ നിങ്ങള്? ആ കാലത്ത് ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിത സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഇന്ന ആളാണ് എഴുതിയത് എന്ന് പറയാൻ കഴിയും? ഏതോ ഒരു കള്ളത്തരീഖത്തിന്റെ ഖലീഫയായിരുന്ന ഒരു മൗലവി, അയാൾക്കെതിരെ ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുടെ ശിഷ്യൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഫضൽ തങ്ങളുടെ പേരക്കിടാവ് എഴുതിയിട്ടുണ്ട്, അവരെ കബറക്കടയിരിക്കുന്ന. അതുപോലെ ഇയാൾ എഴുതിയ അനുഗ്രഹ മണിക എന്ന് പറയുന്ന പുസ്തകമടക്കമുള്ള സുന്നി ആശയങ്ങളെ ഒരുപാട് വികലമായി ചിത്രീകരിക്കുന്ന ഏതോ ഒരു അന്തംഗമ്മിയുടെ എന്തോ ഒരു മാല കൊണ്ടുവന്നിട്ട് അത് സുന്നികളുടെ മുമ്പിൽ വെക്കല്ലേ? അല്ലെങ്കിൽ ഇവരെ പരിപാടി അതന്നെ. ഓരോരോ ക്ലിപ്പുകൾ എന്തെങ്കിലും പണ്ട് കൊടുക്കുന്നതാണ്. സലഫി ഫെസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ കള്ളത്തരീക്കത്തേരെ നേർച്ച കാണിക്കുക, അല്ലെങ്കിൽ പട്ടാമ്പി ഉത്സവം കാണിക്കുക, അല്ലെങ്കിൽ ചേറ്റുവ ആന കുത്തുന്നത്. ഇങ്ങടോ ആ ഉത്സവ കമ്മിറ്റി ആയിരിക്കും കെ സന്തോഷ്, പി രാജേന്ദ്രൻ, ഇടുതാ സുന്നികളെന്നും പറയും. ഇങ്ങനെയല്ല ഉണ്ടാവാറുണ്ട്. ക്ലിപ്പിന് കുറവുണ്ടെങ്കിൽ കടപ്പുറത്ത് പോകുക രാവിലെ, അടുത്ത തിരയും പ്രതീക്ഷിച്ചിരിക്കുന്ന കുറെ സാധുക്കൾ ഉണ്ടാവും. ഇങ്ങോട്ട് കൊടുത്തിട്ട് കൊടുക്കും. ഇതങ്ങൾക്ക് അല്ലേ? തോന്നിവാസം ചെയ്യരുത്. ആണത്വം വേണം, ആർജവം വേണം. അതുകൊണ്ട് ഉൾക്കൊണ്ട ആശ്രയത്തിൽ, ആദർശത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പൺ വേദി ഒരുക്കിയിട്ട് സംശയ നിവാരണം വരുത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നടത്തുക. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, സംശയം ആർക്കും ചോദിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളുണ്ടോ? അവർക്ക് അവസരിക്കുക. സാധാരണക്കാരുണ്ടോ? അവർക്ക് അവസരം കൊടുക്കുക. മൗലവിമാർക്കൊന്നും ഒരു മുട്ടും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉള്ള വലിയ വലിയ അവരുടെ ഉന്നത ബഹുമാനപ്പെട്ടു പോയ ആൾക്കാർ കുറെ ഉണ്ടല്ലോ. കൊണ്ടുവന്നോളി, ചർച്ച ചെയ്തോളി, പ്രശ്നമല്ല. കോയി പ്രോബ്ലം ഒരു പ്രശ്നം. റസാഖ് ബാക്കവി അവിടെ അടുത്ത് പ്രസംഗിച്ചിരുന്നു. റസാഖ് ബാക്കവി എന്നിട്ട് എങ്ങനെയായിട്ട് അതിന് ബാക്കിയത്തിന് ബിരുദം കിട്ടിയെന്നാവും. അങ്ങനത്തെ ഒരാൾ. ഏതായാലും ഇങ്ങനെയൊക്കെ കുറെ ആളുകളുണ്ടല്ലോ. എങ്ങനെ ചർച്ച ചെയ്യുക, വിഷയങ്ങളൊക്കെ കൈകാര്യം, എന്നൊരു പ്രശ്നമല്ല. ഒന്ന്. രണ്ടാമത്, മുജാഹിദിൽപ്പെട്ട സാധാരണ ആളുകളുണ്ടോ? അവർക്ക് ചോദിക്കാം. മൂന്നാമതായി, മുജാഹിദികൾ ഇഷ്കാലാക്കിയ ആ വിഷയങ്ങൾ സംശയം കുടുങ്ങിയ സുന്നികൾക്കും ചോദിക്കാം. ഈ സുന്നികൾ വന്നിട്ടാ ചോദിക്കണമെങ്കിൽ ഒരു വേഷം കെട്ടി ചോദിച്ചു എന്ന് പറയണ്ട. ആദ്യം നിങ്ങൾക്കാണ്, 1ാം സ്ഥാനം നിങ്ങൾക്കാണ്. ഈ 1ാം സ്ഥാനം നിങ്ങൾക്ക് വന്നിട്ട് വേണ്ടാന്ന് പറയരുത്. ഇരിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ബാക്കിൽ നിന്ന് കസാര വലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പണായി വന്ന് ചോദിക്കാം. സുന്നികൾക്കും ചോദിക്കാം, സാധാരണക്കാർക്ക് ചോദിക്കാം, എല്ലാവർക്കും ചോദിക്കാം. കിട്ടുന്ന അനുവദിക്കപ്പെട്ട സമയത്ത് നിന്നുകൊണ്ട് തന്നെ ചോദിക്കാവുന്നതാണ്. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാനൊരു സുന്നി പ്രവർത്തകനാണ്. എനിക്ക് സംശയം ഉണ്ടായതുകൊണ്ടല്ല ചോദിക്കുന്നത്. പിന്നെ ഇവിടുന്ന് സാധാരണ വഹാബികൾ വന്നിട്ട് ജനങ്ങളെ സംശയത്തിലാക്കുന്ന കൊണ്ട് മാത്രം ഞാൻ ചോദിക്കണം. എനിക്ക് സംശയം ഉണ്ടായതുകൊണ്ടല്ല. ഞാനൊരു സുന്നി പ്രവർത്തകൻ തന്നെയാണ്. നമ്മളൊക്കെ എന്നും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് പാണക്കാട് തങ്ങന്മാരൊക്കെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പാണക്കാട് തങ്ങന്മാരെ കുറിച്ചൊക്കെ വളരെ നീചമായ രൂപത്തിലാണ് ഇവിടെ നിന്ന് പ്രസംഗിച്ച മൗലവിമാരൊക്കെയും വളരെ നീചമായ രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളുടെ സംശയത്തിൽ നിന്ന്
ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നത് അഹ്ലുബൈത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ചാണ്. അഥവാ അഹ്ലുബൈത്തി എന്ന ഒരു വിഭാഗം ഇല്ല എന്ന് നേരത്തെ ഇവിടെ ക്ലിപ്പിട്ട കൂട്ടത്തൊന്നും മുജാഹിദ് മൗലവി തന്നെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഇത് സംബന്ധമായി എന്ത് പറയുന്നു എന്നാണ് എനിക്കറിയേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതിന് ഉസ്താദ്മാരിൽ നിന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. അഹ്ലുബൈത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ് എന്ന് വിശ്വസിക്കുന്ന സുന്നി സമൂഹം യുഗാന്തരങ്ങളിലായി അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നത് അവിതർക്കിതമായ ഒരു വസ്തുതയാണ്. മഹാനരായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആലുൻ നബിയ്യി ദരീഅത്തി വഹും ഇലൈഹി വസീലത്തി എന്ന് തുടങ്ങിയ കവിതയിലൂടെ പാരത്രിക ലോകത്തെ അഭീകരമായ വിഷമങ്ങളിൽ നിന്ന് മോചനം നേടാൻ അഹ്ലുബൈത്തിനെ തവസ്സുലാക്കിയത് കാണാം. ഇങ്ങനെ അഹ്ലുബൈത്തിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും വിവരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ചോദിക്കാറുണ്ട്, വിമർശകർ സംശയം ഉന്നയിക്കാറുണ്ട്, അഹ്ലുബൈത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്താനോൽപാദനം നടത്തിയ പിതാവായ ആൺമക്കൾ ആരും ഇല്ലല്ലോ. ഒരു തറവാട്, ഒരു പരമ്പര സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ആൺ പുരുഷൻ അവരിലൂടെയാണ് സന്താന പരമ്പര നടത്തേണ്ടത്. അതുകൊണ്ട് തങ്ങന്മാര് എന്നുള്ളൊരു വിഭാഗം ഇല്ല എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. എന്നാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായിലൂടെ അലി റളിയല്ലാഹു അൻഹുവിന് ജനിച്ച, അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളിലൂടെ, പെൺമക്കളിലൂടെയാണെങ്കിലും ഉണ്ടായ സന്താന പരമ്പര അത് പുരുഷന്മാരിലൂടെ ഉണ്ടായതിന് തുല്യമായ പ്രത്യേകത ഉള്ളതാണ് എന്ന് മഹാന്മാർ ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു നസബിൻ മുൻഖതിഉൻ, എല്ലാ തറവാടും മുറിയുന്നതാണ്, ഇല്ല നസബി, എന്റെ തറവാടൊഴിച്ച് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ കാണാം. അപ്പോൾ പരമ്പര സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയുടെ പേരാണ് അഹ്ലുബൈത്ത്. അതിന്റെ എവിഡന്റാണ്, തെളിവാണ് ഈ ഹദീസ്. അത് ഒരായത്ത് വിശദീകരിച്ച് ബഹുമാനപ്പെട്ടവർ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട തങ്ങന്മാരെ ഇവർ ഒരുപാട് കൊച്ചാക്കുകയും വിമർശിക്കാറും ചെയ്യാറുണ്ട്. നേരത്തെ കാണിച്ചത് അതിനൊരു ഉദാഹരണം കാണിക്കാൻ 11-ാം നമ്പർ ഇട്ടു. ശിഹാബ് തങ്ങളെ കുറിച്ച് തങ്ങന്മാരങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലേ? തങ്ങള് എന്ന് പറഞ്ഞ ആരാ? എല്ലാ രാഷ്ട്രീയത്തിലും ഓല് നേതാവ്, മതസംഘടനയിലും ഓല് നേതാവ്, തങ്ങന്മാർക്കല്ല നേതൃത്വം. അതിനാ ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനത്തെ ആത്മീയ നേതാവൊന്നുമില്ല. ചില ആൾ പറയും ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ കരുണാകരന്റെ ഒക്കെ മാതിരി നേതാവ്, ഉമ്മൻചാണ്ടിന്റെ ഒക്കെ മാതിരി നേതാവ്, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ആത്മീയ നേതാവ് അല്ലാഹുവിന്റെ റസൂല് മാത്രമാണ്. മനസ്സിലായില്ലേ? ആര്യാടൻ മുഹമ്മദ് അത് പറഞ്ഞിനി എന്തെല്ലാം പുകില അവിടെ ഉണ്ടായത്. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത്രേ ഉള്ളൂ, ഞങ്ങളത് പറഞ്ഞിട്ടുള്ളൂ. ആര്യാടനൊക്കെ ഞങ്ങളെ കുത്തുവേട്ടോണ്ടായിരിക്കും. എന്താ പറഞ്ഞത്? മുഹമ്മദ് ശിഹാബ് തങ്ങളെ കുറിച്ച് നിങ്ങൾ തങ്ങളായി അംഗീകരിക്കുമെന്ന് ചോദിച്ചപ്പോ അതിനെന്താ മറുപടി? ഇല്ല. ഒരു നേതാവ് ആരെ പോലെ, CHന്റെ പോലെ എന്നല്ല, എന്നൊരു സമാധാനം ഉണ്ടായിരുന്ന ഒരു മുഅ്മിനാന്നുള്ളതാണ്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം നാമധാരികളുടെയോ മുസ്ലിമീങ്ങളുടെയോ പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരോടല്ല ഉപമിച്ചത്, കരുണാകരനോടാണ് ഉപമിച്ചത്. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തെയും പ്രതിഷ്ഠയെയും ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു ഹൈന്ദവ സുഹൃത്താണ്. രണ്ടാമത് ഉമ്മൻചാണ്ടിയോടാണ് ഉപമിച്ചത്. അദ്ദേഹം യേശുക്രിസ്തുവിന്റെ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ വ്യക്തിയുമാണ്. ഒരു അള്ളാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഹൈന്ദവരോടും ക്രിസ്ത്യാനികളോടും ഉപമിച്ചവരെ ഈ സമൂഹം എങ്ങനെയാണ് നിങ്ങൾക്ക് മാപ്പ് നൽകുക? നിങ്ങൾ ആലോചിച്ചു നോക്കി, എത്ര ഗൗരവമുള്ളതാണ്. എന്നിട്ട് ആരാ തങ്ങന്മാര്?
നമ്മുടെ ബാലുശ്ശേരി പറയട്ടെ, അദ്ദേഹം പറയുന്നത് കാണാം തൊട്ടടുത്ത ക്ലിപ്പ്. നിങ്ങൾ റോട്ടിൽ വയലെറിഞ്ഞിട്ടുണ്ടോ? കുറെ തങ്ങന്മാരെ നമ്മൾ കാണണ്ടല്ലോ കേരളത്തില്. എടോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ തങ്ങന്മാര് അമ്പിയാക്കള്, ആദം നബീന്റെ മക്കളെ നമ്മളൊക്കെ. വലക്കത് കിറംനാ ബനി ആദം, ആദമിന്റെ മക്കളെയൊക്കെ നാം ആദരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 70-ാമത്തെ വചന. നമ്മളൊക്കെ ആദമിന്റെ മക്കളാ. ബാലനും ചെക്കണിയും ജോസഫും ഒക്കെ എല്ലാരും തങ്ങന്മാരാ. തങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളാ എല്ലാവരും. ബാലനും ചൊക്കിണിയും ജോസഫും ഒക്കെ തങ്ങന്മാര്, ശിയാബുങ്ങൾ തങ്ങളല്ല. ഇതല്ലേ? നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? കേരളത്തിലെ ഒരുപാട് പള്ളികളുടെ ഖാദിയായിരുന്ന, അതുപോലെ തന്നെ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ സാരഥ്യം വഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ആ പരാമർശം നടത്തിയതിന് എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? അതിന് ചേറ്റവും നിറച്ച കാന കുത്തി എന്നുള്ളത് ഇട്ടിട്ട് കാര്യമല്ല, അതിന് മറുപടി വേണ്ടത്. ഞാൻ തോന്നിയ ദിവസം പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, അഹ്ലു ബൈത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്. അവർ പ്രാമാണികമായി ചിന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഖിയാമത്ത് നാൾ വരെ മുറിയാത്ത നിലയ്ക്ക് എന്റെ പരമ്പര ഉണ്ടാവും എന്ന് വളരെ വ്യക്തമായി തന്നെ ഉണർത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ സംഭവം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് സാധാരണ മുജാഹിദുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. നബിയുടെ മാതാപിതാക്കൾ മുസ്ലിംകളല്ല, മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞ്. ഇത് സംബന്ധമായി ഉസ്താദുമാർക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വിശദീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഇത് ചോദിക്കാനുണ്ടായ കാരണം, ഇത് സംബന്ധമായി ഈ നാട്ടിൽ നിന്ന് തന്നെ പലപ്പോഴും പലരെയും സംശയത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ വെച്ച് തന്നെ ഞാൻ ചോദിക്കാനുണ്ടായ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചാണ് ചോദ്യം. ഇപ്പൊ കേരളത്തിലെ മുജാഹിദുകൾ വലിയ തമാശകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം ഇവര് പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകളൊക്കെ അള്ളാഹുവിൽ വിശ്വസിച്ച നല്ല ഹാജിമാരായ ആളുകളാണെന്ന്. പിന്നെ ഇവര് പറഞ്ഞത് ലോകത്തുള്ള ആഗോള മുസ്ലിമീങ്ങൾ, ഹജ്ജിന് വരുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ ക്ലിപ്പ് കേൾപ്പിച്ചല്ലോ, അവരൊക്കെ മുശ്രിക്കുകളാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പറയുന്നത്, ശബാബിൽ ഈ അടുത്ത് വന്നത്, എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ഗാന്ധിജി, മദർ തെരേസ പോലെയുള്ള ആളുകൾ അവരൊക്കെ സ്വർഗത്തിലാണ്. മനസ്സിലായില്ല? ആദ്യം അബൂജഹലും കൂട്ടരും അവര് നല്ല മുവഹിദീകളാണ് എന്ന് ഒരു കാലത്ത് പറഞ്ഞു. പിന്നെ പറഞ്ഞു ആഗോള മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറഞ്ഞു. പിന്നെ അവസാനം പറയുന്നത് ഈ അബൂജഹലിന്റെ ആളുകളായിട്ട് വന്ന, അല്ലെങ്കിൽ മദർ തെരേസയെ പോലെയുള്ള, പിന്നെ ഗാന്ധിജിയെ പോലെയുള്ള ആളുകളൊക്കെ അവരൊക്കെ മുസ്ലിമീങ്ങളും സ്വർഗത്തിലുമാണ് എന്നാണ്. എന്നാൽ അതൊക്കെ പറയുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ വിഷയത്തുമ്പോൾ അവര് നരകത്തിലാണ് എന്ന് പറയും. അവരെ കുറിച്ച് വളരെ മോശമായ പ്രയോഗങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നബിന്റെ ഉമ്മയും ബാപ്പയും മുസ്ലിമാണ്, എന്നിട്ടല്ലേ ഇത് അള്ളങ്ങട്ട് അയച്ചു കൊടുത്തിട്ടല്ലേ ഇവർ ഒന്നായിട്ട് ആരോട് ചോദിച്ച് ആരേതൊക്കെ. ഇത്രയും വൃത്തികെട്ട ഭാഷയിലാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായി പറഞ്ഞ നിലപാട് എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെപ്പോഴും ഓതുന്ന സൂറത്താണല്ലോ സൂറത്തു യാസീൻ. ആ യാസീൻ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ പറയുകയാണ്, ലിതുൻസിറ ഖൗമൻ, നബിയെ അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത് ലിതുൻസിറ ഖൗമൻ, ഒരു വിഭാഗത്തിന് മുന്നറിയിപ്പ് നൽകാനാണ്. മാ ഉൻസിറ ആബാഉഹും, അവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. പിതാക്കന്മാർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു സമുദായത്തിന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് നബിയെ അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40-ാമത്തെ വയസ്സിലാണ് നബുവത്ത് കിട്ടുന്നത് എന്ന് നമുക്കറിയാം. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ പിതാവ് വഫാത്തായിട്ടുണ്ട്. 6-ാമത്തെ വയസ്സിൽ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട്. 40-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത്
നുബുവത്ത് ലഭിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പിന്നീട് അവർ വിശ്വസിച്ചിട്ടില്ലേ എന്ന ചർച്ചയാണ് ഇവർ നടത്തുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ 6ാമത്തെ അവർക്ക് ഉമ്മക്ക് 6 വയസ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സായപ്പോ ഉമ്മ വഫാത്താകുന്നു. അതുപോലെ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ വഫാത്താകുന്നു. എന്നിട്ട് അവരെ നരകത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞു, നബിയെ അങ്ങയുടെ അതുപോലെ അങ്ങയുടെ സമൂഹത്തിന്റെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല, മുന്നറിയിപ്പ് ലഭിക്കാത്ത സമൂഹത്തെ നാം ശിക്ഷിക്കുകയുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ പച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ഖുർആൻ പറഞ്ഞത്? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. ഒരു റസൂലിനെ നിയോഗിക്കുന്നത് വരെ നമ്മൾ ഒരു സമൂഹത്തെയും ശിക്ഷിക്കുകയില്ല. നബിയുടെ മുമ്പുള്ള ഖൗമിന് വിഭാഗത്തിന് അവർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല. ആ സമൂഹത്തെ ശിക്ഷിക്കുമോ? ശിക്ഷിക്കുകയുമില്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. അതിന്റെ റിസൾട്ട് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾക്ക് ശിക്ഷയുണ്ടാവുകയില്ല. ആ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അള്ളാഹുവിന്റെ റസൂലിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവരെ ജീവിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അറിയുമോ നിങ്ങൾക്ക് അബൂ ത്വാലിബിനെ കുറിച്ച് പോലും ലഅല്ലഹു യൻഫഉ ശഫാഅത്തി, അബൂ ത്വാലിബിനിക്ക് എന്റെ ശഫാഅത്ത് ഉപകാരപ്പെട്ടേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂ ത്വാലിബിന് ശഫാഅത്ത് ഉപകാരപ്പെടുമെങ്കിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിന് മുമ്പ് തന്നെ വഫാത്തായി പോയ തന്റെ ഉമ്മക്കും ബാപ്പക്കും പിന്നെ എങ്ങനെയാണ് നബിയുടെ ശഫാഅത്ത് കിട്ടാതിരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്ത് കിട്ടിയതിന് ശേഷമുള്ള അബൂ ത്വാലിബിന് പോലും ശഫാഅത്ത് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നബിക്കും നബിയുടെ ഉമ്മാക്കും ബാപ്പാക്കും അത് കിട്ടിക്കൂടാ? ഖുർആൻ എന്താ പറഞ്ഞത്? വഖുൽ, നബിയെ അങ്ങ് പറയുക, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണമേ, കമാ റബ്ബയാനി സഗീറ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾക്ക് ശിക്ഷയില്ല എന്ന വിഷയം ഖുർആൻ കൊണ്ട് തന്നെ തെളിയുന്നതാണ്. മാത്രവുമല്ല ചില പണ്ഡിതന്മാർ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കന്മാർ നബിയിൽ തന്നെ പിന്നീട് വിശ്വസിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി നബിയെ ജീവിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പോലും ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറെ ചില ആളുകൾ അവർ നബിയുടെ വാപ്പാനും ഉമ്മയും കുറ്റം പറയുന്നുണ്ട്. എന്താ അറിയോ? ദേഷ്യം ഉണ്ടായ അങ്ങനെ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ റബീഉൽ അവ്വൽ വന്നാല് രണ്ടു കൂട്ടരും പരിപാടി, സുന്നികളും വെക്കും പരിപാടി, മുജാഹിദും വെക്കും പരിപാടി. റബീഉൽ അവ്വലിൽ പ്രത്യേക ഒരു പരിപാടി വെക്കണമെന്ന വിഷയത്തിൽ സുന്നികൾക്കും മുജാഹിദിനും തർക്കമില്ല. കാരണം രണ്ടു കൂട്ടരും റബീഉൽ അവ്വലിൽ പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിക്കും. സുന്നികൾ എന്താ ചെയ്യുക? സുന്നികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ച സമയത്തുള്ള അത്ഭുതങ്ങൾ പറയും, ഇങ്ങനെ നബിയുടെ മദ്ഹ് ഇങ്ങനെ പറയും. എന്നാൽ മുജാഹിദുകൾ അവർ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പ കാഫിറാണ്, ഉമ്മ കാഫിറാണ്, അവരതും പറയും. ഇപ്പൊ രണ്ടു കൂട്ടരും പരിപാടി വെക്കും. ഒരു കൂട്ടർ നബിയുടെ മദ്ഹ് പറയും, ഒരു കൂട്ടർ നബിയുടെ കുറ്റം പറയും. അതെന്താ അറിയോ? അത് ചില ആളുകൾക്ക് ഒരു വിഷയത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് നല്ലതാ പറയാ, വേറെ ചില ആളുകൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് വെറുപ്പാ പറയാ. നിങ്ങൾക്കറിയോ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാം മുസ്ലിമായി കടന്നു വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തസുബ്ബു അബാ, ഇക്രിമയുടെ പിതാവിനെ നിങ്ങൾ ചീത്ത പറയല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂജഹലിനെ, ഇക്രിമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അബൂജഹലിനെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയല്ലേ, അത് ബാപ്പാക്ക് വിഷമമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം ബാപ്പയെ കുറിച്ച് ഇങ്ങനെ നടുറോട്ടിലിട്ട് ചീത്ത പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന് തൃപ്തി ഉണ്ടാകുമോ? അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ, വല്ലദീന യുഅ്ദൂന നബിയ, അള്ളാഹുവിന്റെ റസൂലിനെ വിഷമിപ്പിച്ചാൽ അവർക്ക് അദാബുൻ അലീം ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം ബാപ്പ കാഫിറാണെന്ന പോലും എടാ എന്റെ ബാപ്പ കാഫിറല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമായിരിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന് നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് വഫാത്തായി പോയ പുന്നാര ബാപ്പയെ കുറിച്ചും ഉമ്മയെ കുറിച്ചും ഇങ്ങനെ അപകീർത്തി പ്രചരണം നടത്തുന്നത് ഒരിക്കൽ പോലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. മുജാഹിദുകളുടെ സക്കാത്ത് സെല്ലിലേക്ക് ചില ആളുകളൊക്കെ പണം കൊടുക്കുന്നത് കാണാറുണ്ട്. ഇത് മുജാഹിദുകൾ പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് ഇവിടെ ബാധ്യത വീടുമോ
കാരണം എന്താണെന്ന് വിശദീകരിച്ചാൽ. സക്കാത്ത് എന്നത് നിശ്ചിത അവകാശികൾക്ക് തൻ്റെ സമ്പത്തിൽ അവകാശമായി കിടക്കുന്ന ഭാഗമാണ്. സക്കാത്ത് കൊടുക്കാനും ഏറ്റുവാങ്ങാനുമുള്ള ഉപാധികൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് വിശദീകരിച്ച മഹത്തുക്കളും വളരെ വ്യക്തമായി ഉണർത്തിയിട്ടുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് വളരെ വ്യക്തമായി ഉണർത്തി, ഇന്നി ലാ ഉഹിബ്ബു ലി വാഹിദിൻ മിനൻ നാസി അൻ യുവല്ലിയ സകാത്ത മാലിഹി ഗൈറഹു ലിഅന്നഹു ഹുവൽ മസ്ഊലു അൻഹാ. ഒരാളും തൻ്റെ സക്കാത്ത് മറ്റുള്ളവരെ ലാഘവത്തോടുകൂടെ ഏൽപ്പിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ ചുമതല ഒഴിവാകാത്ത രൂപത്തിൽ വ്യയം ചെയ്യരുത്, കൊടുക്കരുത്. അതിന് നിശ്ചിതമായ മാർഗങ്ങളും ഉപാധികളും സ്വീകരിക്കണം എന്ന് പറഞ്ഞത് കാണാം. കാരണം ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിയുന്നതല്ല. ഇസ്ലാം 8ഓളം അവകാശികളെ സക്കാത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ 8 അവകാശികൾ നിശ്ചിതരാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് സെൽ എന്ന് പറഞ്ഞിട്ട് 9ാമത്തെ ഒരു വിഭാഗത്തിന് ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ട ഉടമസ്ഥൻ ഒന്നുകിൽ അവകാശികൾക്ക് നേരിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ നിശ്ചിത വക്കീലിന് നിശ്ചിത വ്യക്തിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുക. കമ്മിറ്റി അതിൽ ഉൾപ്പെടുകയില്ല. 3ാമത്തത് ഇസ്ലാമിക ഭരണം ഉള്ളിടത്ത് അമീറിനെ ഇസ്ലാമിക ഭരണം ഉള്ള കട്ടവന്റെ കൈമുറിക്കാൻ, നിസ്കരിക്കാത്തവനെ വെട്ടാൻ തുടങ്ങിയിട്ടുള്ള അധികാരമുള്ള ആളുകളുടെ കൈവശം കൊടുക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് കുറെ ക്ലിപ്പുകൾ ഇട്ടു. അതിൽ സക്കരിയ സലാഹി ആദ്യം പറഞ്ഞു സിഹർ സംഭവിക്കുകയില്ല, പിന്നീട് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇസ്ലാമിക ലോകത്തൊരു പുത്തരിയല്ലല്ലോ. നിങ്ങളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് തന്നെ അദ്ദേഹം മുൻകാലത്ത് പറഞ്ഞ പലതും തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ തന്നെ എല്ലാ ഇൽമുമായിട്ടല്ല ഇറങ്ങി വരുന്നത്. നമ്മൾ പഠിക്കേണ്ടതിനനുസരിച്ച് അതിൽ മാറ്റങ്ങളും ഉണ്ടാവും. എന്നതുപോലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ കുറേ കാര്യങ്ങൾ മഹാനുകളുടെ അവസാനത്തെ കാലത്ത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഖദീം ജദീദ് എന്ന അഭിപ്രായങ്ങൾ ഉണ്ടായത്. പിന്നെ ആ നിലക്ക് നിങ്ങളുടെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഉണ്ടായിട്ട് ഈ സക്കരിയ സലാഹിയെ പരിഹസിക്കേണ്ട വല്ല ആവശ്യം നിങ്ങൾക്കുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഓരോ വിഷയങ്ങൾ മാറ്റി പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ആദ്യമായി വന്നപ്പോൾ 17 വിഷയത്തിൽ തർക്കം, പിന്നീട് 187 വിഷയമായി. അപ്പോൾ ഇങ്ങനെ മാറ്റി പറയുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തിരുത്തി പറഞ്ഞിട്ടില്ലേ എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മസ്അലയിൽ നിന്ന് വൈവിധ്യമായ മറ്റൊരു മസ്അല മറ്റൊരു സമയത്ത് പറയുമ്പോൾ അന്നുള്ള വിഷയം എന്ത്, അതിന്റെ സാഹചര്യം എന്ത്, ഇന്നുള്ള സാഹചര്യം എന്ത് എന്ന് മനസ്സിലാക്കിയ പ്രശ്നം കഴിയും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇറാഖിൽ വെച്ച് പറഞ്ഞ, അതല്ലെങ്കിൽ നിശ്ചയിച്ച, അതല്ലെങ്കിൽ പഠിച്ച വിഷയം അതാണ് ഖദീം, ഡിസ്കസ്, അവിടെ ചർച്ചയാണ് നടന്നത്. പിന്നീടാണ് മിസ്റിൽ വന്ന് ഇമാം ഷാഫിഈ തങ്ങൾ വിഷയങ്ങൾ ഒന്നുകൂടെ വിശകലനം ചെയ്ത് ഒരുപാട് ഉസ്താദുമാരെ കണ്ട് അങ്ങനെ ഒരുപാട് മനസ്സിലാക്കിയപ്പോൾ അന്നുള്ള ബഹസ്, ഡിസ്കസ്, ചർച്ച അത് തീരുമാനിച്ചതിനാണ് ജദീദ് എന്ന് പറയുന്നത്. തിരുത്തി പറഞ്ഞതല്ല, മാറ്റി പറഞ്ഞതല്ല എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. രണ്ടാമതായി അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം നോക്കുക. ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഒരു ഹദീസ് ലഭിക്കണമെങ്കിൽ ആ ഹദീസ് ലഭിക്കാൻ ഒരുപാട് സ്ഥലത്തേക്ക് നടക്കണം, ഒരുപാട് ഉസ്താദുമാരെ കാണണം, എന്നിട്ട് ഈ പരമ്പരയെ കുറിച്ച് പഠനം നടത്തണം. അതിന് ഇന്നുള്ള സംവിധാനമല്ല. സക്കരിയ സലാഹിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇന്ന് നോക്കാം ബുഖാരി ഉണ്ട്. അയാളെ 20ാം വയസ്സത്തെ ബുഖാരി തന്നെയാണ് ഈ 65ാം വയസ്സിലുള്ളത്. അതുപോലെ തന്നെ അയാൾ അന്ന് നോക്കിയ കിതാബിന് ഇന്നുള്ളത്. അന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സിഹറിന് യാഥാർത്ഥ്യം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ തറയിട്ടാൽ ഇറങ്ങണ്ട, ഞാൻ അപ്പുറത്ത് പിന്നെ കൊണ്ടോട്ടി പോയി ഇറങ്ങണ്ടേ, അത് ചോദിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞേക്കോ ബുഖാരിനെ നോക്കുമ്പോൾ വേറെ വേല ഇങ്ങനെ തിരിയാ. അപ്പോ ഇന്ന് മുഴുവൻ എവിഡൻസുകളും തെളിവുകളും ഒക്കെ രേഖകളൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ടായിട്ടും എന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും തന്റെ ശുഷ്കിച്ച മസ്തിഷ്കം ഉപയോഗിച്ച്
ഇതിനെ വിലയിരുത്തുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന് അപാകതയാണ്, ആദ്യത്തേത് പഠനമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇമാം ശാഫിഈ തങ്ങൾ ഒരു മസ്അല പറഞ്ഞ് അതിൽ നിന്ന് വൈവിധ്യമായ മറ്റൊരു മസ്അല പറയുന്നുണ്ടെങ്കിൽ ആദ്യത്തേത് ചർച്ചയാണ്, ഡിസ്കസ് ആണ്. പിന്നീട് അത് ഇഹ്കാമാക്കി ഉറപ്പിച്ചു. മഹാന്മാര് ഇത് ഉണർത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകമായി പറയുന്നു. പിന്നെ ഒന്ന് അഖീദയിലാണ്, വിശ്വാസത്തിലാണ്, മറ്റുള്ളത് അനുഷ്ഠാനത്തിലാണ്, കർമ്മത്തിലാണ് എന്നും ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു മന്ത്രിച്ചൂതല് അതുപോലെ മറ്റുള്ള സംഗതികളൊക്കെ മുജാഹിദുകൾ ആദ്യം എതിർത്തിരുന്നു, ഇപ്പോൾ അത് അംഗീകരിക്കുന്നുണ്ട് എന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കിയതിനുള്ള ഒരു പാകപ്പിഴവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ അന്ന് മുതലേ എതിർത്തിരുന്നത് ശിർക്കിയൻ മന്ത്രങ്ങളും ഉറുക്കുകളുമാണ്. അതേസമയം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമുള്ള മന്ത്രങ്ങളെ ഖുർആനും ഹദീസിലും ഉണ്ടായിരിക്കെ ഈ ഖുർആനും ഹദീസും നോക്കിയിട്ട് പറയുന്ന ആളുകൾ എങ്ങനെ അതിനെ എതിർക്കുക? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് എന്നെ സംബന്ധിച്ച് വല്ലതും പറയുകയാണെങ്കിൽ. ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രധാനപ്പെട്ട വിപ്ലവമായിട്ട് നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം എന്ന പുസ്തകത്തിൽ പറഞ്ഞത് അദ്ദേഹം തന്ത്രങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു എന്നാണ്. ഇന്ന മന്ത്രത്തിനെതിരെ എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമതായി മന്ത്രത്തിനെതിരില്ലെങ്കിൽ വക്കം മൗലവിയുടെ സ്മരണിക എഴുതിയപ്പോൾ ആദ്യകാല മുജാഹിദികൾ അദ്ദേഹം മന്ത്രിച്ചു ഊതുന്ന ആളായിരുന്നു. ഒരുപാട് ആളുകൾ പിന്നെ അദ്ദേഹത്തെ സമീപിക്കാൻ വന്നിരുന്നു എന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ കാണാം. കാലത്ത് 6:30 മണിയോടെ ശയ്യാമുറി തുറന്ന് മൗലവി പുറത്തു വരും. ശയ്യാമുറി. അപ്പോൾ സ്വദേശികളും അയൽ ദേശവാസികളും ആയി നാനാജാതി മതസ്ഥർ അബലാവൃദ്ധം വീട്ടിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. എലി, പൂച്ച, ചെലന്തി, പഴുതാര, പേപ്പട്ടി, പാമ്പ് ഇവയിൽ ഏതെങ്കിലും കടിച്ചവരായിരിക്കും അവർ. അപ്പൊ എന്ന് വരെ കടിക്കലായിരിക്കും. പോട്ടെ. അവർക്കെല്ലാം ഗ്ലാസ്സിൽ ശുദ്ധജലം, വെള്ളത്തിൽ ഊതാൻ പറ്റുമോ എന്നുള്ളത് അവിടെ ചോദിച്ചു നോക്കാം. അതിരാവിലെയുള്ള ഒരു മന്ത്രിച്ചു കൊടുക്കുക, ഓതിക്കൊടുക്കുക എന്നുള്ളത് അതിരാവിലെയുള്ള ഒരു പ്രഭാത പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറകൾ ഓതി കൊടുക്കുകയാണ് പതിവ്. വക്കം മൗലവിയും നവോത്ഥാന നായകരും, പേജ് 75. ഈ ലേഖനം മിസ്കാത്തുൽ ഹുദ എന്ന് പറയുന്ന അവരുടെ പ്രസിദ്ധീകരണത്തിൽ അത് ഒന്നുകൂടെ കൊടുത്തപ്പോ എന്തിനാണ് ഈ മന്ത്രത്തിന്റെ ഭാഗം ഒഴിവാക്കിയത്? ഈ ഭാഗം ഒഴിവാക്കി. അപ്പൊ അങ്ങനെ എതിർപ്പില്ലാത്തൊരു വിഷയം ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഒരിക്കൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു മൗലവി വന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു മുമ്പിൽ അയാളെ കൊണ്ടുവന്നിരുത്തി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചോദിച്ച വിഷയത്തിൽ മന്ത്രത്തിന്റെ വിഷയം പറഞ്ഞു. ഈ വിഷയം കാണിച്ചു കൊടുത്തതോടുകൂടെ അയാൾ ഞാൻ നോക്കട്ടെ, ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, 2.5 കൊല്ലമായി ഇന്ന് വരെ ചിന്തിച്ചിട്ട് നോക്കിയിട്ടും ആലോചിച്ചിട്ടില്ല. ഞാൻ എപ്പോൾ കാണുമ്പോഴും നിങ്ങൾ ചിന്തിച്ചോ ആലോചിച്ചോ നോക്കിയോ എന്ന് ചോദിച്ചു. ഇല്ല, ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. മൗലവിമാരുടെ സ്വഭാവം അതാണ്, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന സാഹിബൽ ബിദ്അത്തി വൽ മദ്ഹബൽ മുഖാലിഫി, തോന്നിവാസം പ്രവർത്തിക്കുന്ന ആദർശ വൈകല്യമുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചുള്ള മഹ്മാഖം തലഹിൽ ഹുജ്ജ, എത്ര തെളിവ് പറഞ്ഞു കൊടുത്താലും, അതുപോലെ അമഹർത്ത ബി ദലീൽ, എത്ര ദലീൽ പറഞ്ഞു കൊടുത്താലും ഒരിക്കലും ലാ യഹ്മിൽഹു, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റെടുക്കൂല, അവൻ തീരുമാനിക്കൂല. അന്ന മദ്ഹബക്കും, നീ പറഞ്ഞത് സത്യമാണെന്നും അത് അംഗീകരിക്കൂല. ഓ മദ്ഹബഹു ബാത്തിൽ, അവന്റെ മദ്ഹബ് ബാത്തിലാണെന്നും അംഗീകരിക്കൂല. പിന്നെ എന്താവും പറയാം, അതെന്റെ നാജ കസർത്ത് കൊണ്ട് പറഞ്ഞതാന്ന് പറയും. എന്നാലും പറച്ചിൽ നിർത്താൻ പാടില്ല, തെളിവ് പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ തഫ്താസാനി തങ്ങൾ അവിടുന്ന് ഉണർത്തിയതായി കാണാം. അപ്പോൾ പറഞ്ഞു വന്നത് മന്ത്രത്തിന്റെ വിഷയത്തിൽ അവർക്ക് പഴയകാലത്ത് മന്ത്രിച്ചൂതാൻ പാടില്ല എന്നുള്ള വാദത്തിനെതിരായ വാദമുണ്ടെങ്കിൽ പിന്നീട് അവർ തിരുത്തി പറഞ്ഞിട്ടുണ്ട്, പിന്നീടും അവർ മാറ്റിയിട്ടുണ്ട് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. വക്കം മൗലവി ആദ്യം കുറച്ച് കുരുത്തുള്ള ആളായതുകൊണ്ട് അന്ന് മന്ത്രിച്ചപ്പോൾ ഫലം ഉണ്ടായിരുന്നു, അപ്പം അംഗീകരിച്ചു. ഇപ്പൊ ഒരൊറ്റ മുജാഹിദിന് മന്ത്രിച്ചൂതുള്ള രോഗം അധികമാകുക എന്നുള്ളത് കൊണ്ടാണ് അവർ ഓതാത്തത്. പിന്നെ ഉറുക്ക് ശിർക്കാണെന്ന് പറയുന്ന ആളുകൾ പണ്ട് നാദാപുരത്തുന്ന മൗലവിന്റെ തുണി കഴിഞ്ഞപ്പോൾ തലക്കിണിന്റെ പോലുള്ള ഉറുക്കുണ്ടായിരുന്നു അരയിൽ. അതൊക്കെ സർവ്വസാധാരണമാണ്. ഓരെന്താണ് ഇപ്പൊ സുന്നികൾ നേരെ ചൊവ്വ പകല് വണക്കാട്ടുക്കും അതുപോലെ കയ്യിൽ തങ്ങളെടുത്ത് പോകും. ഇവര് രാത്രി ഇങ്ങനെ ക്ലാസ്സൊക്കെ കയറ്റിയിട്ട് പേര് വേണോ, ഊര് വേണോ, ഫോൺ നമ്പർ വേണോ, അഡ്രസ്സ് വേണോ, ഞാൻ തരും. എനിക്ക് വിളിച്ചിട്ടുണ്ട് മൗലവിമാര്, ഒക്കെ നമ്മൾ തരും, എന്തൊരു പ്രശ്നമല്ല. വേണമെങ്കിൽ സ്വകാര്യമായിട്ട് വിളിച്ചു ചോദിച്ചു നോക്കിയാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. എടത്തനാട്ടുകരാന്ന് പറഞ്ഞിട്ട് 18ഓളം കുട്ടി മഹലുകളുള്ള മുജാഹിദിന്റെ സ്ഥലമുണ്ട്. അവിടെ നിന്നുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ മന്ത്രത്തിന് അരിയൂര് എന്ന സ്ഥലത്ത് ആറ്റക്കോയതാങ്കളുടെ അടുത്തേക്ക് വരുന്നത്. അത് വേറെ വിഷയം. അതൊക്കെ ഓല് ശിർക്കാണെന്ന് പറയും, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത്രേ ഉള്ളൂ. അതിലൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടെന്നാ പറയാറുള്ളത്.
ആരെങ്കിലും ചരട് കെട്ടിയോ മന്ത്രിച്ചോ എന്നുള്ളതല്ല. ഞങ്ങൾ ഖുർആനും ഹദീസും എന്ത് അതിൽ പറഞ്ഞത് അംഗീകരിക്കും എന്നാണ് മുജാഹിദുകൾ പറയാറുള്ളത്. ഈ പിന്നെ ചരട് കെട്ടുന്നതിനെ സംബന്ധിച്ച് അത് ശിർക്കാണ് എന്ന് പറയാൻ തന്നെ കാരണം, പ്രവാചക ശിഷ്യനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന ഒരാളെ കാണാൻ ചെന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ചിരട് അദ്ദേഹം കാണാനിടയായപ്പോൾ അദ്ദേഹം പറഞ്ഞത് വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന ആയത്തോതുകയാണ് ചെയ്തത്. നിങ്ങളിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവർ ശിർക്ക് ചെയ്ത് കൊണ്ടല്ലാതെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ നിലക്ക് നീ മരിച്ചാൽ നീ നരകത്തിലാണ് എന്ന്. ഇത് ജനങ്ങളെ ഉണർത്തുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു 10 പേർ വന്നു. അതിൽ 9 പേർക്കും സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഒരാളോട് സലാം പറഞ്ഞില്ല. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചരടുണ്ടായിരുന്നു. ഈ ഹദീസുകളിൽ നിന്ന് ഈ നിലക്ക് വ്യക്തമായ സ്ഥിതിക്കാണ് ഇത് ശിർക്കാണ് എന്നും അതുകൊണ്ട് നരകത്തിലേക്കാണ് പോകുന്നത് എന്നും മുജാഹിദുകൾ പറയുന്നതും ജനങ്ങളെ അതിൽ നിന്ന് സ്വർഗത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞതും ശരിയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരിൽപ്പെട്ട കെ ഉമർ മൗലവി, അദ്ദേഹം തന്റെ ഫാത്തിഹായുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ പറഞ്ഞത് കാണാം, ഇവിടെ നമ്മുടെ മുസ്ലിയാക്കളിൽ മുസ്ലിയാക്കളുണ്ടോന്നാവില്ല, ചിലർ ജിന്നിന്റെയും ശൈത്വാന്റെയും സഹായം തേടുക എന്ന ശിർക്കിന്റെ ചുവയില്ലാതെ അള്ളാഹുവിന്റെ സഹായം മാത്രം തേടിക്കൊണ്ടും ഖുർആൻ ആയത്തുകളും ശരിയായ ചില പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ടും മന്ത്രിക്കുന്നതും ഉറുക്കെഴുതി കെട്ടുന്നതും എഴുതി കലക്കി കുടിക്കുന്നതും ദോഷമല്ലെന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഈ മാതൃക ആര് കാണിച്ചു? അപ്പൊ ഖുർആനും മന്ത്രിച്ചൂതാൻ പാടില്ല, അത് എഴുതി കെട്ടാൻ പാടില്ല, അത് ഉക്ക് കെട്ടാൻ പാടില്ല എന്നാണ്. സഹാബത്തെ കിറാമിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ അംർ റളിയല്ലാഹു അൻഹു ഉറുക്കെഴുതി കെട്ടിരുന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിഞ്ഞാണം എഴുതി കൊടുത്തിരുന്നു എന്നുള്ളത് ഇബ്നു തൈമിയ്യ പോലും രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ വ്യക്തമാണ്, തെളിവുകൾ ഒരുപാടുണ്ട്. പിന്നെ ചില വിഷയങ്ങൾ ചില സഹാബത്തെ കിറാമിൽ നിന്ന് വിരോധിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ചുവയുള്ളത് പഴയ കാലത്ത് ആ നിലനിർത്തിക്കൊണ്ട് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ചില വിഷയങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, നബി തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. ഇമാം നബി അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ, ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഇത്തരം വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവായ ഇബ്നു തൈമിയ്യ മരിച്ചു കിടക്കുമ്പോൾ കയ്യിന്റെ ഇവിടെ നൂലുണ്ടായിരുന്നു എന്നാണ്. ആ നൂല് 150 ദിർഹമിന് ലേലം വിളിച്ചു എന്ന് പറഞ്ഞു. ആരാ എഴുതുന്നത്? സ്വന്തം ശിഷ്യൻ. 2000 ജൂലൈ ലക്കം അൽമനാറിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ധീര പണ്ഡിതനായി പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ 14ാമത്തെ വള്ളിത്തിൽ വളരെ വ്യക്തമായി കൊണ്ടു തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവ് എന്ന് നദ്വത്തുൽ മുജാഹിദീൻ പറഞ്ഞത് ആരോ, അയാൾ മരിച്ചപ്പോൾ അയാളെ കയ്യിൽ എന്തുണ്ടായിരുന്നു? നൂല് കെട്ടിയിരുന്നു എന്നുള്ളത് അൽ ബിദായയിൽ ഉണ്ട് എന്ന് പ്രത്യേകമായി ഉണർത്തും. ഹുദൈഫ റളിയല്ലാഹു സംബന്ധിച്ച് പറഞ്ഞ ആ ഹദീസിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞു. അതിൽ പറഞ്ഞ ആ ചരട് എന്ന് ചരട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ 10 പേരുടെ സംഭവം വിശദീകരിച്ചുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാനമായ ബുലൂഗുൽ അമാനി, ഫതുഹുർ റബ്ബാനി ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി കൊണ്ടു തന്നെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ ബന്ന റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി ഈ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശദീകരിച്ചിട്ടുണ്ട്. നിഷ്പക്ഷമായിട്ട് ചോദിക്കുകയാണ്, ഒരു വാദപ്രതിവാദത്തിനൊന്നുമല്ല. നമ്മൾ 2 ചോദ്യമുണ്ട്. ഒന്ന്, മക്കത്ത് നമ്മൾ പോകുന്ന സമയത്ത് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാറുണ്ട്. ജിദ്ദയിലാകുമ്പോൾ അധിക പള്ളിയിലും 8 നിസ്കരിക്കാറുണ്ട്. നമ്മൾ എൽക്കോബാർ പോകുമ്പോൾ അവിടെയൊക്കെ കൂടുതൽ 8 നമസ്കരിക്കാറുണ്ട്. ഇവിടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ സുന്നീയുടെ പള്ളിയിൽ പോകുമ്പോൾ 20 നമസ്കരിക്കാറുണ്ട്. ജമാഅത്തിൻ്റെ പള്ളിയിലും മുജാഹിദിൻ്റെ പള്ളിയിലും ഒക്കെ നമ്മൾ പോകുന്ന ആൾക്കാരാണ്. അവിടെ ആകുമ്പോൾ 8 നമസ്കരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സംശയം നിഷ്പക്ഷമായിട്ട് ചോദിക്കുമ്പോൾ 20 ആയാലേ തറാവി ആവുള്ളൂ. അത് ഏറ്റവും ചുരുങ്ങിയത് 2, പിന്നെ 4, 8 അങ്ങനെ പോയിട്ട് എത്ര നമസ്കരിച്ചോ അതിൻ്റെ കൂലി കിട്ടും എന്നുള്ളത് ആണോ ശരി? അതോ 20 ആയാൽ മാത്രമേ തറാവി എന്ന് പറയാവൂ എന്നുണ്ടോ? ഒരു ചോദ്യം.
രണ്ടാമത്തത് വൺ ബൈ വൺ ആയി ചോദിക്കാം. തറാവീഹിനെ കുറിച്ചാണ് ചോദ്യം. തറാവീഹ് നിസ്കാരം സഹാബത്തെ കിറാമിൽ 20-ൽ കുറഞ്ഞ തറാവീഹ് ഇല്ല എന്നത് ഇജ്മാ ഉണ്ട് എന്ന് ഹാഫിൽ ഇബ്നു അബ്ദുൽ ബർ എന്ന് പറയുന്ന പണ്ഡിതൻ വിശദീകരിക്കുന്നു. പോട്ടെ, ഈ തറാവീഹ് നിസ്കാരം ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു, വേറൊരാൾ 8 റക്അത്ത് നിസ്കരിച്ചു, വേറൊരാൾ 20 റക്അത്ത് നിസ്കരിച്ചു. ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 2 നിസ്കരിച്ചാലും തറാവീഹ് എന്നല്ലേ, 4 നിസ്കരിച്ചാലും തറാവീഹ് എന്നല്ലേ എന്നൊക്കെയാണ് ചോദ്യം. യഥാർത്ഥത്തിൽ തറാവീഹ് നിസ്കരിക്കുന്ന ഒരു വ്യക്തി 2 റക്അത്ത് നിസ്കരിച്ചാൽ തറാവീഹ് കിട്ടും എങ്ങനെ? ഇത് 2 ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു ഉദാഹരണം, ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് ഒരാൾ പാലക്കാട് ബസ് കയറി, അയാൾക്ക് എത്തേണ്ടത് എന്താണ്? മണ്ണാർക്കാട് ഇറങ്ങേണ്ടത് നിൽക്കുക. ഇയാൾ പറയാ മണ്ണാർക്കാടേ വണ്ടി പോകാൻ പാടുള്ളൂ, പറയാൻ പാടില്ല, പാലക്കാട് വരെ പോട്ടെ, ഓന് വേണമെങ്കിൽ മണ്ണാർക്കാട് സ്റ്റോപ്പിൽ ഇറങ്ങാം, അത്രയേ ഉള്ളൂ. ഈ രൂപത്തിൽ 20 റക്അത്തുള്ള തറാവീഹ് ഒരാൾ 2 റക്അത്ത് മാത്രം നിസ്കരിച്ച പ്രശ്നമല്ല. പക്ഷേ 8 ഉള്ളൂ എന്ന വിശ്വാസത്തോടു കൂടെയാണോ നിസ്കരിക്കുന്നത്? 20 നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഏതുപോലെ കള്ള് കുടിക്കാൻ കുഴപ്പമില്ല എന്ന് വിശ്വസിച്ച കാഫറായി, കുടിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. കള്ള് കുടിക്കൽ ഹറാമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് കുറിച്ചാലോ വൻകുറ്റയാകുള്ളൂ, തെറ്റാകുള്ളൂ. അപ്പൊ ന്യായീകരിക്കലൊന്ന് വേറെ, പ്രവർത്തിക്കലൊന്ന് വേറെ. അപ്പൊ ഈ ചെയ്യുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാനസികാവസ്ഥ എന്ത്, അതനുസരിച്ചിരിക്കും. അപ്പൊ 20 ഉള്ള ഒരു തറാവീഹ് എനിക്ക് ടൈമില്ല, ഓരോന്നിലുണ്ടല്ലോ ഈ 2 റക്അത്തിൽ സ്റ്റോപ്പ് ഉണ്ടല്ലോ അല്ലെ, ഓരോന്നിനുണ്ട് ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടുള്ള സ്റ്റോപ്പ് ഉണ്ട്. വേണമെങ്കിൽ 2 കഴിഞ്ഞോ കുഴപ്പമില്ല, 3, 4 ഓക്കെ, ഇല്ല 6 കുഴപ്പം, 10 പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് 8 ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ 8 ഉള്ളൂ, അല്ലാത്തത് ബിദ്അത്താണ് എന്ന് വിശ്വസിച്ച സകലമാന ഇമാമുകളെയും സഹാബത്തിനെയും വിമർശിക്കുന്നതിന് തുല്യമാണ്. സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചാണ്, അപ്പം ക്ലിയറാക്കി തന്നതുകൊണ്ട് ഓക്കെ. പിന്നെ അടുത്ത് ചോദിച്ചാൽ, നമ്മൾ മക്ക പോകുമ്പോൾ അവിടെ സുബൈ നടക്കുന്ന സമയത്ത് നമ്മൾ അധികം നമ്മളൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് 4 വർഷത്തോളം. അപ്പോൾ അവിടെ നമ്മൾ സുബൈക്ക് കുനൂത്ത് ഓതാറില്ല. എന്നാൽ കുനൂത്ത് ഓതുന്ന പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ കുനൂത്ത് ഓതാറുമുണ്ട്. കുനൂത്ത് ഓതാത്ത പള്ളിയിൽ, ഇപ്പോൾ നാട്ടിൽ തന്നെ ആണെങ്കിൽ ഓതാത്ത പള്ളിയിൽ പോകുമ്പോൾ കുനൂത്ത് ഓതാറുമില്ല. നമ്മൾ അതേമാതിരി ജിദ്ദയിൽ തന്നെ അധിക പള്ളിയിലും നമ്മൾ പോകുന്ന പള്ളിയിൽ പള്ളിയിലും പോകുമ്പോൾ അവിടെ കുനൂത്ത് ഉണ്ടാവാറില്ല. അപ്പോൾ അവിടെ നമ്മൾ കുനൂത്ത് ഓതാറുമില്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ നിസ്കാരം ആകാതെ വരുമോ ഇല്ലയോ? അതായത് ജിദ്ദയിലോ അൽഖബാറിലോ മക്കത്തോ നമസ്കരിക്കുമ്പോൾ നമ്മൾക്ക് കുനൂത്ത് കിട്ടാതാവുമ്പോൾ നമ്മൾ നമസ്കാരം ആയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം മക്കത്തിൽ എത്രയോ അധികം ആൾക്കാർ നിസ്കരിക്കുന്നവരാണ്, നമ്മൾ ആജിമാരും എല്ലാവരും പോയി നമസ്കരിക്കും, അവർക്ക് ആർക്കും കുനൂത്ത് കിട്ടുന്നില്ല. അപ്പോൾ അവർ നമസ്കാരം ആയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ? സംശയത്തിന് തീർക്കാൻ വേണ്ടി ചോദിക്കാന്നുള്ളൂ, ഒരു പ്രതിവാദത്തിനൊന്നുമല്ല. അതെ അതെ, കുനൂത്ത് ഓതൽ ഒരു സുന്നത്ത് ആണ്. സുന്നത്തായ കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും നിസ്കാരം സ്വഹിയാകും. കുനൂത്ത് ഒരാൾ, ഷാഫി മദ്ഹബുകാരനായ ഒരാൾ, കുനൂത്ത് ഓതൽ സുന്നത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ എന്തെങ്കിലും കാരണത്താൽ കുനൂത്ത് ഓതാതിരുന്നാൽ അതുകൊണ്ട് പ്രത്യേകം ശിക്ഷയൊന്നും കിട്ടുകയില്ല, അവൻ്റെ നിസ്കാരം സ്വഹിയാകുകയും ചെയ്യും. പക്ഷേ കേരളത്തിൽ മുജാഹിദുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുനൂത്ത് ഓതുന്നത് വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് എന്നാണ്. എൻ്റെ ക്ലിപ്പിംഗ് നേരത്തെ ഞാൻ കാണിപ്പിച്ചു തന്നു. കുനൂത്ത് ഓതുന്നത് വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ ഏറ്റവും വലിയ തെറ്റാണ്. ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കുനൂത്ത് അള്ളാഹുവിനോടുള്ള ഒരു ദുആയാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്നുതു ഫി സുബ്ഹി ഹത്താ ഫാറഖ ദുനിയാ, ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിയിൽ ഖുനൂത്ത് ഓതിയിരുന്നു എന്ന് സ്വഹീഹായ ഹദീസാണ്. പിന്നെ ഖുനൂത്ത് സുന്നത്താണോ ഇല്ലേ എന്ന വിഷയത്തിൽ മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഹനഫി മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകൾ ഖുനൂത്ത് സുന്നത്തില്ല എന്ന അഭിപ്രായക്കാരായതുകൊണ്ട് അവര് ഖുനൂത്ത് ഓതാതെ നിസ്കരിക്കുന്നു. അത് അവരെ തുടർന്ന് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഓതാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഓതിയില്ല എന്ന് കരുതി നിസ്കാരം ബാത്തിലാവുകയില്ല എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സുന്നികളായ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട മുജാഹിദ് ജമാഅത്ത് അതിൽപ്പെട്ട ആളുകളൊക്കെ വന്നുകൊണ്ട് സജീവമായി അതിലൊക്കെ പങ്കെടുത്ത് നിസ്കാരത്തിനും
പങ്കെടുക്കുന്നു. ഇത് ശരിക്കും ചോദിക്കേണ്ടത് മുജാഹിദുകളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. പക്ഷേ അവരെ അവസരം തരാത്തതുകൊണ്ട് ഇവിടെ ചോദിച്ചു നോക്കുകയാണ്. അവർ ഈ നിസ്കാരത്തിലൊക്കെ പങ്കെടുക്കുന്നു. അവരുടെ വിശ്വാസത്തിൽ ഇപ്പോൾ മയ്യത്തിന് ഒന്നും കിട്ടില്ല എന്നുള്ള വിശ്വാസമാണ്. അവർ തുടർന്ന് നിസ്കരിക്കുന്നതാണെങ്കിൽ ഇവരെ ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്ന സുന്നി പണ്ഡിതന്മാരുടെ കീഴിൽ നിന്നുകൊണ്ടും ഇവരുടെ നിസ്കാരം എന്താണ് ഇതിൻ്റെ അവസ്ഥ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. മരിച്ചവരുടെ പേര് ജീവിച്ചിരിക്കുന്നവർ എന്തു നിർവഹിച്ചാലും അവർക്ക് എത്തുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് വല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ എന്ന ആയത്ത് ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ പറയാറുണ്ട്. ഈ പറയുന്ന ആളുകൾ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാറും ഉണ്ട്. അതിന്റെ അടിസ്ഥാനം അവരോട് ചോദിക്കേണ്ടതാണ്. ഇന്നേ വരെ ഉത്തരം പറയാത്ത ഒരു ചോദ്യമാണ് എന്നത് ഒരു വസ്തുതയാണ്. എന്നിട്ട് അവർ ഖുർആൻ പാരായണത്തിനെ വിമർശിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല വചനമാണ് ഖുർആൻ എന്ന് പഠിപ്പിച്ച നബി തങ്ങൾ നല്ല വചനം മയ്യത്തിന്റെ അടുക്കൽ ഓതാൻ വേണ്ടി പറയുമ്പോൾ അതിൽ ഖുർആൻ തൊടുകയില്ല എന്ന് വഹാബികൾക്ക് പറയാൻ ആരാണ് അധികാരം കൊടുത്തത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആൻ മയ്യത്തിന്റെ അടുക്കൽ ഓതുന്നത് കക്കൂസിൽ ഖുർആൻ ഓതുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന ആളുകൾ ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ മയ്യത്തിന്റെ പേരിലുള്ള ഖുർആൻ പാരായണം അല്ലേ? ബാബുൽ ഖിറാഅത്തി അൽ ജനാസ എന്ന സഹീഹ് ബുഖാരിയിലെ അധ്യായം തന്നെ. മയ്യത്തിന്റെ പേരിലുള്ള ഖുർആൻ പാരായണം എന്നാണ് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിനെ കുറിച്ച് സഹീഹുൽ ബുഖാരിയിലുള്ളത്. അപ്പൊ ഇമാം ബുഖാരി തങ്ങൾക്ക് തിരിഞ്ഞു. എന്താ കാരണം? ഇമാം ബുഖാരി സുന്നിയാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ഉണ്ടാക്കുന്നത് തന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നിന്നും യാത്ര ചെയ്ത് ലളിതവൽക്കരിച്ചുകൊണ്ട് വളരെ വസ്തുനിഷ്ഠമായി ക്രമീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ആ സതുദ്ദേശത്തോടുകൂടെ യാത്ര ചെയ്ത സുന്നിയാണ്. തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. ഉസ്ബെക്കിസ്ഥാൻ നാട്ടുകാർ തലമറക്കാത്തവരാണെങ്കിലും തലപ്പാവും തൈലസാനും പൊതിച്ചവരാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കാമെന്ന് വിശ്വസിച്ചവരാണ്. സഹായം ചോദിച്ചിരുന്ന ആളുകളെ സനദിൽ ഉൾപ്പെടുത്തിയവരാണ്. സഹീഹുൽ ബുഖാരി രചിച്ചവരാണ്. ആ ഇമാം ബുഖാരി മയ്യിത്തിന്റെ പേരിൽ ജനാസയുടെ പേരിൽ ഖുർആൻ പാരായണം എന്നതാണ്. അത് അവർ ഓതാറുണ്ട്. കബറിന്റെ അടുക്കൽ ഓതാൻ പാടില്ല. നാളെ ഒരു മുജാഹിദ് ഉണ്ട്, മണ്ണ് ഇങ്ങനെ വാരിടുമ്പോ മിൻഹാ ഖലഖനാകും താറത്തിനോ അതായത്തല്ലേ, ഖുർആനല്ലേ, അത് ഓതും. അതുപോലെ ഓതാൻ പാടില്ല എന്ന് പറയും. പണ്ടൊരു കാക്ക നോ സ്മോക്കിംഗ് എന്നുള്ളത് വായിച്ചു കണ്ടു പറഞ്ഞത് കുട്ടികളാരും വീഡിയോ ചെയ്ത കുറ്റിനടിക്കുക. ഈ ശൈലിയാണ് ഭരിക്കുന്നത്. അപ്പൊ ഒരു പറയുന്നതൊന്ന് വേറെ, പ്രവർത്തിക്കുന്നതെന്ന് വേറെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. നിർദ്ദേശിക്കപ്പെട്ടത് പ്രവർത്തിക്കൂല, പറയുന്നതല്ല ചെയ്യുക. ഇതാണ് അവരുടെ പ്രത്യേകത എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. കൂടുതലും സുന്നികൾ ഷിർക്കിലേക്ക് പോകുന്ന ഒരു വിഷയമാണ് ഇസ്തിഹാസ. അത് മുജാഹിദുകൾ പറയുന്നത് നിങ്ങൾ അത് ഏറ്റവും കൂടുതൽ വരുന്നത് മക്ബറുകളിലൂടെ ജാറങ്ങളിൽ നിന്നാണ്. ഇത് മുജാഹിദുകൾ പറയാൻ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ് ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ് സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഇതിന്റെ അഥവാ ഈ അവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങളും മറ്റ് അസ്നാമുകളെല്ലാം ഓരോ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും പ്രതീകങ്ങളാണ്. അവർക്ക് ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ ചെയ്യാൻ കഴിയുകയില്ല എന്ന് അവരെ ആരാധിക്കുന്ന ഈ മുശ്രിക്കുകൾക്കെല്ലാം അറിയാം. പിന്നെ അവർ ചെയ്യുന്നത് എന്തിനാണ്? അവർ ചെയ്യുന്നത് ഇവരെ ആരാധിക്കുന്നത് കാരണമായിട്ട് ഇവർ പടച്ച റബ്ബായ അള്ളാഹുവിനോട് ശുപാർശ പറയും ഇവർക്ക് വേണ്ടി എന്ന ഉദ്ദേശത്തിലാണ്. ഇതേ ഉദ്ദേശമാണ് മക്ബറയിൽ പോകുന്ന സുന്നികൾക്കുമുള്ളത്. അവർ മക്ബറയിൽ ചെന്നിട്ട് ആ ഖബറിനെ ആദരിക്കുകയും വന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ആ മക്ബറയിലുള്ള മറവിട്ട് കിടക്കുന്ന ആ മഹാന് അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെയുള്ള എല്ലാ സുന്നികളും പോകുന്നത്. അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഈ പരിശുദ്ധമായ ഖുർആന്റെ ആയത്തടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്നതും ശിർക്കാണ് എന്നാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സുന്നികൾ ചെയ്യുന്നത് ശിർക്കാണ് എന്നാണ് പറഞ്ഞത്. ആ ആയത്ത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ അവർ പറയുന്നത് ഇവർ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക്
ശുപാർശ ചെയ്യുന്നവരാണ്. ഹൗലായി ശുഫാഉനായി ഇൻദല്ലാഹ് എന്ന് പറയുന്നവരാണ്. അപ്പോ ഇവർ ശഫാഅത്ത് ചെയ്യുന്നവരാണ് എന്ന വിശ്വാസത്താലാണ് അവര് മുശ്രിക്കായത് എന്നാണ് ചോദ്യം. ഇത് തന്നെയല്ലേ സുന്നികളും ചെയ്യുന്നത്? ഇവിടെ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ ശഫാഅത്ത് ചെയ്യുമെന്നാണോ, അതല്ല അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ശഫാഅത്ത് ചെയ്യുമെന്നാണോ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്? ഓരോന്നോരോന്നങ്ങനെ ക്ലിയർ ആക്കാൻ പോകാം നമുക്ക്. എന്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഈ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർ ഇടയാളന്മാരാക്കുന്ന ആളുകൾ ശുപാർശ ചെയ്യുമെന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ ശുപാർശ ചെയ്യുമെന്നാണോ അവർ വിശ്വസിച്ചത്? അതല്ല അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യുമെന്നാണോ വിശ്വസിച്ചത്? അതും കൂടി ഒന്ന് വിശദീകരിക്കണം ചോദ്യകർത്താവ്. മുഖാമുഖം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുക, മറുപടി അവിടെ നിന്നിട്ട് വരില്ലാണ്. അതെ, ശരിയാണ്, വളരെ വളരെ കറക്റ്റാണ്. പക്ഷെ നിങ്ങളാണ് പറഞ്ഞത് അവർ ശുപാർശ ചെയ്യുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോ ചോദ്യകർത്താവിന്റെ ചോദ്യം വിശദീകരിക്കേണ്ടത് ആവശ്യമായി വന്നു. അവർ ശുപാർശ ചെയ്യുമെന്നാണ് വിശ്വസിച്ചതെന്ന് ശരി, ആ ശുപാർശ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയുള്ള ശുപാർശ ചെയ്യുമെന്നാണോ അവർ വിശ്വസിച്ചത് എന്നാണ് നിങ്ങൾ പറയുന്നത്? അതല്ല അനുവാദമില്ലാതെ ശുപാർശ ചെയ്യുമെന്നാണ് വിശ്വസിച്ചത് എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ശുപാർശ ചെയ്യുന്നു പറഞ്ഞു, അത് ഏത് രൂപത്തിലുള്ള ശുപാർശയാണ്? അനുവാദത്തോടു കൂടെയുള്ള ശുപാർശയാണോ, അള്ളാഹുവിന്റെ അനുവാദമില്ലാത്ത ശുപാർശയാണോ? അപ്പൊ നിങ്ങളോട് മറ്റൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത്, അത് തീരുമാനിച്ചിട്ട് നമുക്ക് അത് തീരുമാനിച്ചിട്ട് ഓരോ സമയമുണ്ടല്ലോ. അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടെയുള്ള ശുപാർശയാണോ, അള്ളാഹുവിന്റെ അനുവാദമില്ലാത്ത ശുപാർശയാണോ? അതായത് തന്നെ ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ അനുമതി കൂടാതെയുള്ള ശുപാർശയായാലും കൂടെയുള്ള ശുപാർശയായാലും മുശ്രിക്കുകൾ ചെയ്യുന്നത് ശരിയാണോ അല്ലേ? അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടെയുള്ള ശുപാർശയാണോ അല്ലേ എന്ന് തീരുമാനിച്ച ഉടൻ അതിന്റെ മറുപടി ഞാൻ പറയും. അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടെയുള്ള ശുപാർശയല്ല അവർ ചെയ്തിരുന്നത്. വിശുദ്ധ ഖുർആൻ വ്യക്തമായ ഭാഷയിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. അള്ളാഹു അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മഹാനായ അല്ലാമ ഇബ്നു കസീർ അത് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശ്വസിച്ചിട്ടുണ്ട്. ഇവർ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആലാക്ക് അവർക്ക് കൊടുക്കൽ നിർബന്ധമായി പോകും എന്നായിരുന്നു അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ് അത് ശിർക്കായത്. എന്നാൽ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ മഹാന്മാർ ശുപാർശ ചെയ്യുമെന്നതിന് ഇമാം മുസ്ലിം അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ ധരിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. അതുകൊണ്ട് മഹാന്മാർക്ക് ശുപാർശയുണ്ട് എന്നതിന് ഹദീസുകൾ ധാരാളമുണ്ട്. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യുമെന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അത് ഇബ്നു ഖയ്യിം അടക്കമുള്ള നേതാക്കന്മാർ പോലും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അത് ശിർക്കായി, ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അത് ശിർക്കല്ല.